Good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അവസാനിപ്പിച്ചത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്നുള്ള ആശയമാണ്. നേരത്തെ നിങ്ങൾ പഠിച്ചതാണ്. ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ കേസിൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ബാധകമാണ് എന്ന് നിങ്ങൾ പഠിച്ചതാണ്. ഇഫ് ദി നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ ഈസ് സീറോ, its linear momentum is constant or its linear momentum remains constant. അത് തന്നെയാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനും നമുക്കുള്ളത്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആവുമ്പോൾ അവിടെ അത് പറയേണ്ടത് if the net external force acting on that is very important, the net external force acting on the particle is zero, the linear momentum, the total linear momentum of the system, okay, linear momentum of the system ആണ്. ഓരോ പാർട്ടിക്കിളിന്റെ ലീനിയർ മൊമെന്റം അല്ല, the total linear momentum of the system or the linear momentum of the center of mass remains constant. അത് മാറൂല എന്നുള്ളതാണ് നമ്മൾ അവസാനമായി പഠിച്ചത്. ലാസ്റ്റ് അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, സെന്റർ ഓഫ് മാസ് ഉള്ള കൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം. സെന്റർ ഓഫ് മാസ് ഓഫ് ഓർഡിനറി സിമെട്രിക് ബോഡീസ്, നല്ല സിമെട്രിക് ആയിട്ടുള്ള ജോമെട്രിക് ഫിഗേഴ്സ്, ജസ്റ്റ് ലൈക്ക് സ്ക്വയർ, റെക്ടാങ്കിൾ, അതുപോലെ തന്നെ ഒബ്ജക്ട്സ് ലൈക്ക് സ്ഫിയർ, സിലിണ്ടർ, ഡിസ്ക് എക്സെട്ര, ഇതിന്റെയൊക്കെ അതിന്റെ സെൻട്രലായിരിക്കും, ജോമെട്രിക്കൽ സെൻട്രലായിരിക്കും. ഇഫ് ദി മാസ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, അതിന്റെ മാസ് യൂണിഫോം ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സ് ആണെങ്കിൽ, അതിന് സിമെട്രിക് ഒബ്ജക്ട്സ് ആണെങ്കിൽ, സിമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഫിയർ, സിലിണ്ടർ ഒക്കെ പോലത്തെ അതിന്റെ ഒരു സെൻട്രൽ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ അബൌട്ട് ആയിട്ട് ഒരേപോലെ കാണപ്പെടുന്ന ആളുകൾ, ഒബ്ജക്ട്സ്. അപ്പോ സിമെട്രിക് ഒബ്ജക്ട്സിന്റെ ഒക്കെ അതിന്റെ ജിയോമെട്രിക്കൽ സെൻട്രലായിരിക്കും സെന്റർ ഓഫ് മാസ്. ഇത് നമുക്ക് സിമെട്രിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the center of mass of such symmetric objects are always at this geometrical center. ഉദാഹരണത്തിന് നമ്മൾ സ്ഫിയർ എടുക്കാം, സിലിണ്ടർ എടുക്കാം, യൂണിഫോം ഡിസ്ക് എടുക്കാം, ഒരു റിംഗ് എടുക്കാം, ഒരു സ്ക്വയർ ഷീറ്റ് എടുക്കാം. ഇതിന്റെ ഒക്കെ ജോമെട്രിക്കൽ സെന്റർ, ഈവൻ ഫോർ എ ട്രയാങ്കിൾ വിച്ച് ഇസ് നോട്ട് പെർഫെക്റ്റ്ലി സിമെട്രിക്, എല്ലാ സിമെട്രി ഇല്ല ട്രയാങ്കിൾ, അതിന് പോലും അതിന്റെ സെൻട്രോയിഡിൽ ആണ് അതിന്റെ ഇത് വരുന്നത്, സെന്റർ ഓഫ് മാസ് വരുന്നത്. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി, എങ്ങനെയാണ് സെന്റർ ഓഫ് മാസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതൊക്കെ പഠിച്ചു. ഇനി ഈ പറഞ്ഞതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒന്ന് രണ്ടെണ്ണം. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതിലുപരി ഇതിന്റെ എക്സാമ്പിൾസ് ഫ്രം റിയൽ ലൈഫ്. ഇത്തരം സെന്റർ ഓഫ് മാസിന്റെ മോഷൻ, എക്സാമ്പിൾസ് ഫോർ സെന്റർ ഓഫ് മാസ് മോഷൻ എന്ന് പറയും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു സാധാരണ പറയുന്ന രണ്ട് എക്സാമ്പിളും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു എക്സാമ്പിളുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. So examples of center of mass motion. സെന്റർ ഓഫ് മാസ് മോഷന്റെ എക്സാമ്പിൾ ആണ് ഇനി പറയാൻ പോകുന്നത്. അതിലേറ്റവും ആദ്യത്തത് എക്സ്പ്ലോഷൻ ഓഫ് എ ഷെൽ ഇൻ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഷെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പീരങ്കിയിലൊക്കെ വെച്ചിട്ട് വിടുന്ന ബോംബുമായിരിക്കത്തെ സാധനം, അങ്ങനെ സങ്കല്പിക്കാം. അല്ലെങ്കിൽ ഈ പോലീസ് ഫോഴ്സ് ഉപയോഗിക്കുന്ന ഷെല്ലുകളും വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരു ഷെല്ല് അതിന്റെ ഫ്ലൈറ്റിൽ എക്സ്പ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അത് ഭൂമിയിൽ ഹിറ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്കറിയാം, ഒരു ഷെല്ല് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ച് ആ ഷെല്ല് ഒരു പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ പരാബോളിക് പാത്ത്. ഒരു പ്രൊജക്ടൈലിന്റെ പാത്ത് പരാബോളയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഷെല്ലിന്റെ പാത്തും നമ്മളെ കൺസെപ്റ്റ് അനുസരിച്ച് പരാബോളയാവണം. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ ഷെല്ല് ഒരു എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷെല്ല് എന്ന് പറയുന്ന ഒരു വലിയ ഒബ്ജക്റ്റ് ആണ്. ഷെല്ലിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഷെല്ലിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഷെല്ലിന്റെ എല്ലാ പാർട്ടിക്കിൾസും, ഷെല്ലിന് റൊട്ടേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ ഷെല്ലിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ പരാബോളിക് പാത്തിലായിരിക്കും. ഷെല്ലിന് റൊട്ടേഷനും മറ്റു കോംപ്ലിക്കേറ്റഡ് മോഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് മാത്രം പരാബോളിക് പാത്തിലായിരിക്കും, ബാക്കിയുള്ളതൊക്കെ വേറെ കോംപ്ലിക്കേറ്റഡ് പാത്തിലുമായിരിക്കും മൂവ് ചെയ്യുക. അതേതോ ആയിക്കോട്ടെ. അങ്ങനെ ഈ ഷെല്ല് മൂവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് വെച്ച് അറ്റ് ദിസ് പോയിന്റ്, ഈ പോയിന്റ് പരാബോളിക് പാത്തിൽ ഈ പോയിന്റിൽ എത്തിയപ്പോൾ ഷെല്ല് പൊട്ടിത്തെറിച്ചു. ഒരുപാട് ഫ്രാഗ്മെന്റ്സ് ആയി ഷെല്ല്. ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആയിരുന്നതിന് പകരം ഒരുപാട് പാർട്ടിക്കിൾസ് ആയി. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പിന്നെ ഈ ഇനീഷ്യൽ പരാബോളിക് പാത്തിൽ കണ്ടിന്യൂ ചെയ്യുക?
ആൻസർ ഈസ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ഓൾ ദി ഫ്രാഗ്മെന്റ്സ്. അപ്പൊ നമ്മളിപ്പോ 10 ഫ്രാഗ്മെന്റ്സ് ആണ് ഈ സെല്ലായതെന്ന് വിചാരിച്ചോളൂ. ഡിഫറെന്റ് മാസ് ഉള്ള 10 ഫ്രാഗ്മെന്റ്സ്. ആ 10 ഫ്രാഗ്മെന്റ്സിനെയും ഓരോ സിംഗിൾ പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ആ 10 പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ പ്രിൻസിപ്പിൾ, തിയറട്ടിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത്ര എളുപ്പമല്ല. അപ്പൊ തിയറട്ടിക്കലി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇൻ പ്രിൻസിപ്പിൾ ദർ ഈസ് എ സെന്റർ ഓഫ് മാസ് ഫോർ ഓൾ ദീസ് ഫ്രാഗ്മെന്റ്സ്. ഇപ്പൊ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് ആവശ്യമായി അതിൽ വന്ന ഫോഴ്സുകളൊക്കെ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഫോഴ്സുകളാണ്. ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ മോഷന് ഈ എക്സ്പ്ലോഷൻ എന്നുള്ള പ്രോസസ്സ്, എക്സ്പ്ലോഷൻ എന്നുള്ളത് ഒരിക്കലും ബാധിക്കില്ല. കാരണം നമ്മൾ നേരത്തെ വീണ്ടും വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ദ മോഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഈസ് കംപ്ലീറ്റ്ലി ഗവേൺഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇവിടെ ഈ ഷെൽ എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൽ ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. സോറി, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. അതേതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ആ ഗ്രാവിറ്റി അല്ലാതെ വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും അവിടെ ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഷെല്ലിന്റെ സെന്റർ ഓഫ് മാസിന്റെ മോഷനെ ഗവേൺ ചെയ്യുന്നത് ആര് മാത്രമാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്. സോ ദി സെന്റർ ഓഫ് ദി മാസ് ഓഫ് ദി ഷെൽ വിൽ മൂവ്. അത് അതിന്റെ തുടക്കം മുതൽ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുവദിക്കുന്ന പാത്തിലൂടെ മൂവ് ചെയ്യും. ഏതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുവദിക്കുന്ന പാത്ത്? പരാബോളിക് പാത്താണ്. അപ്പൊ ഷെല്ലിന്റെ സെന്റർ ഓഫ് മാസ്, ബാക്കിയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ എങ്ങനെയാണെങ്കിൽ പോലും സെല്ലിന്റെ സെന്റർ ഓഫ് മാസ് ആദ്യം മുതൽ ഒരു പരാബോളിക് പാത്തിൽ തന്നെയായിരിക്കും മൂവ് ചെയ്യുക. ഇനി ഷെല്ലിൽ ഒരു എക്സ്പ്ലോഷൻ അങ്ങോട്ട് നടന്നു. എക്സ്പ്ലോഷന് കാരണം ഷെല്ലിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ ഫോഴ്സുകളാണ്. ആ ഇന്റേണൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ആ എക്സ്പ്ലോഷൻ ഒന്നും തന്നെ ആരെ ബാധിക്കില്ല? സെന്റർ ഓഫ് മാസ് ഓഫ് ദി ഷെല്ലിനെ ബാധിക്കില്ല. ഇറ്റ് വിൽ പ്രൊസീഡ് അലോങ് ദി സെയിം ഇനീഷ്യൽ പരാബോളിക് പാത്ത്. ബാക്കിയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ അവയുടെ വേറെ ബാക്കിയുള്ള ഫ്രാഗ്മെന്റ്സ് ഒക്കെ ആ ഒരു എക്സ്പ്ലോഷനിലൂടെ ലോഞ്ച് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ഒരു പരാബോളിക് പാത്തിൽ, ഡിഫറെന്റ് പരാബോളിക് പാത്തിൽ അവ മൂവ് ചെയ്യും. പക്ഷെ ഏതൊരു ഇൻസ്റ്റന്റ് നിങ്ങൾ എടുത്തു നോക്കിയാലും ഒരു 100 അല്ലെങ്കിൽ ഒരു 10 പാർട്സ് ആയിട്ടാണ് ഈ ഷെല്ല് പൊട്ടിത്തെറിച്ചത് എങ്കിൽ ആ 10 ആളുകളും അവയുടേതായ ഡിഫറെന്റ് പരാബോളിക് പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഏത് സമയത്തും അതിന്റെ ഒരു ഫോട്ടോ കൊണ്ട് എടുക്കുക, ഒരു സ്നാപ്ഷോട്ട് എടുക്കുക. അപ്പൊ ആ സ്നാപ്ഷോട്ടിൽ ഈ 10 പാർട്ടിക്കിൾസ് പല സ്ഥലങ്ങളിലായി ചെതറി കിടക്കുന്നുണ്ടാവും. Then you determine the coordinates of all these particles. ആ കോർഡിനേറ്റ്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്തിട്ട് ആ 10 പാർട്ടിക്കിൾസിന്റെയും സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ യു ക്യാൻ സീ ദാറ്റ് സെന്റർ ഓഫ് മാസ് വിൽ എക്സാക്ട്ലി ലൈ ഓൺ ദി പരാബോള. ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ പരാബോളയിൽ തന്നെയായിരിക്കും ഈ 10 പാർട്ടിക്കിൾസിന്റെയും സെന്റർ ഓഫ് മാസ്. ആൻഡ് അറ്റ് എനി ടൈം ദിസ് ഈസ് ട്രൂ ഫോർ ദി എൻറ്റയർ മോഷൻ. അപ്പൊ അത് ഭൂമിയിൽ ആള് ഹിറ്റ് ചെയ്യുന്നത് വരെ എല്ലാ പാർട്ടിക്കിൾസും ഈ സെന്റർ ഓഫ് മാസിൽ, ഈ പരാബോളിക് പാത്തിൽ സെന്റർ ഓഫ് മാസ് വരുന്ന രീതിയിലായിരിക്കും അവ മൂവ് ചെയ്യുക. So individual particles of the explosion will move on their own parabolic paths, but at any instant of time, if you calculate the center of mass of all these explosion fragments, that will be on the initial parabolic paths. That is the beauty of the center of mass motion. സെന്റർ ഓഫ് മാസ് ആണ് അപ്പോ പരാബോളിക് പാത്തിൽ. കാരണം എന്താണ്? സെന്റർ ഓഫ് മാസിന്റെ മോഷൻ ആര് മാത്രമേ ബാധിക്കുന്നുള്ളൂ? എക്സ്റ്റേണൽ ഫോഴ്സ്. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഗ്രാവിറ്റിയാണ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ മാറ്റം ഇല്ലാത്തടത്തോളം കാലം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിൽ മാറ്റമൊന്നും ഇല്ലാത്തടത്തോളം കാലം സെന്റർ ഓഫ് മാസ് തുടക്കത്തിലുള്ള പാത്ത് ഏതാണോ അതേ പാത്തിൽ തന്നെ മൂവ് ചെയ്യും. അതിന്റെ ഒറിജിനൽ പാത്ത് പരാബോള ആയിരുന്നു. സോ ഇറ്റ് വിൽ മൂവ് അലോങ് ദാറ്റ് പരാബോളിക് പാത്ത് ഇറ്റ്സെൽഫ്. ഇതാണ് എക്സ്പ്ലോഷൻ ഓഫ് എ ഷെൽ ഇൻ ഫ്ലൈറ്റ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറില്ല, എക്സാമ്പിൾസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഗീവ് എക്സാമ്പിൾസ് ഫോർ സെന്റർ ഓഫ് മാസ് മോഷൻ എന്ന്. അപ്പൊ ഈ ഡയഗ്രം നിങ്ങൾക്ക് വരക്കാം. ഇതിന്റെ കൂടെ എഴുതാം. കൺസിഡർ ഷെൽ പ്രൊജക്റ്റഡ് അപ്വേർഡ്സ്. ദി ഷെൽ വിൽ ഫോളോ എ പാരാബോളിക് പാത്ത്. Now let the shell explode during flight. After explosion, the fragments travel in their own parabolic path. Since the force of explosion are internal, the center of mass of the system will continue to follow the same parabolic path of the shell before. വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാം. എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. എന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. എക്സ്പ്ലെയിൻ ദി മോഷൻ ഓഫ് എ ഷെൽ ഇൻ എ പാരാബോളിക് പാത്ത് എന്നുള്ളത്, എക്സ്പ്ലോഷൻ ഓഫ് എ ഷെൽ ഇൻ എ പാരാബോളിക് പാത്ത് എന്ന ചോദ്യം കണ്ടിട്ടില്ല. ഗീവ് എക്സാമ്പിൾസ് ഫോർ സെന്റർ ഓഫ് മാസ് മോഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ചിത്രം തന്നിട്ട് ഫ്രാഗ്മെന്റ്സിന്റെ ഒക്കെ ചിത്രം കാണിച്ചിട്ട് ചിലപ്പോൾ പല രീതിയിലും കൊടുത്തിട്ട് തെറ്റേതാണ് ശരിയേതാണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ സെന്റർ ഓഫ് മാസ് ഓഫ് ദി ഫ്രാഗ്മെന്റ്സ് പരാബോളയിൽ വരുന്ന, ഇനീഷ്യൽ പരാബോളിക് പാത്തിൽ വരുന്ന ചിത്രം മാത്രമായിരിക്കും ശരി. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇത് പെട്ടെന്ന് എഴുതാം. കൺസിഡർ എ ഷെൽ പ്രൊജക്റ്റഡ് അപ്വേർഡ്സ്. ഇറ്റ് വിൽ ഫോളോ എ പാരാബോളിക് പാത്ത്. Let the shell explode during flight. After explosion,
fragments travel in their own parabolic path. Since the force of explosion are internal, the center of mass of the system will continue to follow the same parabolic path of the shell before. അതാണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തത്, ഇത് പറഞ്ഞതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിൽ സെന്റർ ഓഫ് മാസ് ഇനീഷ്യലി മൂവ് ചെയ്യുന്നതായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഒരു ന്യൂക്ലിയസിന്റെ ഡീക്കെ ആണ്, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയും. അതായത് ഈ ഹെവി ന്യൂക്ലിയസുകളൊക്കെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവയുടെ ന്യൂക്ലിയോൺസിലുള്ള ചില ന്യൂക്ലിയോൺസിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്തിട്ട് ചില തരത്തിലുള്ള റേഡിയേഷൻസോ അല്ലെങ്കിൽ ന്യൂക്ലിയർ പാർട്ടിക്കിൾസിനെയോ ഒക്കെ എമിഷൻ നടത്തിയിട്ട് അവ ലോവർ അറ്റോമിക് മാസ്, അവയുടെ അറ്റോമിക് മാസ് കുറക്കാനുള്ള ശ്രമം നടത്തും. ഇതിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുക. ഹെൻറി ബക്കറേൽ കണ്ടെത്തിയതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇവിടെ റേഡിയം എന്നുള്ള ഒരു ഹെവി ന്യൂക്ലിയസിന്റെ സ്പ്ലിറ്റിംഗ് ആണ്. റേഡിയം എന്ന് പറയുന്ന ഹെവി ന്യൂക്ലിയസ് സ്വയം റേഡിയോ ആക്ടിവിറ്റി എന്ന എഫക്റ്റിലൂടെ അതിൽ നിന്ന് ഹീലിയം എന്ന് പറയാം, ഹീലിയം ന്യൂക്ലിയസ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയാം. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ H എന്ന് കാണിക്കുന്നത് ഹീലിയത്തിന്റെ ന്യൂക്ലിയസ് ആണ്. അതിന് ആൽഫ പാർട്ടിക്കിൾ എന്നാണ് സാധാരണ പറയുക. അപ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിൾ ഈ ന്യൂക്ലിയസ് അങ്ങോട്ട് എമിറ്റ് ചെയ്താൽ അതിന്റെ ന്യൂക്ലിയസ് അത്രയും ഭാരം കുറയും. അപ്പൊ പിന്നെ അത് വേറെ ന്യൂക്ലിയസ് ആയി മാറും. കാരണം അതിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ മാറും. അത് വേറെ ന്യൂക്ലിയസ് ആയി മാറും. ഇവിടെ അത് റെഡോൺ ആയി മാറുന്നു. ആ പ്രോസസ് ആണ് പറഞ്ഞത്. അപ്പൊ ഇറ്റ് ഈസ് ലൈക്ക് എൻ എക്സ്പ്ലോഷൻ പോലെയാണ്. അത്ര വിഗറസ് അല്ല. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ എനർജി ഇൻവോൾവ് ആണ്. ന്യൂക്ലിയർ ഫിഷൻ പോലെ വിഗറസ് പ്രോസസ് അല്ല. അപ്പോ ഇവിടെ നോക്കൂ, ഈ റേഡിയം എന്ന് പറയുന്ന ന്യൂക്ലിയസ് റെസ്റ്റിലല്ല, അത് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് മാസും അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവും. അതിങ്ങനെ അതേ പാത്തിൽ മൂവ് ചെയ്യും. ഇനി ഈ പോയിന്റിൽ വെച്ചിട്ട് ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് റെഡോൺ ന്യൂക്ലിയസും ഹീലിയം പാർട്ടിക്കിളുമായിട്ട് മാറി. അപ്പൊ ഹീലിയം പാർട്ടിക്കിൾ ഒരു ഡയറക്ഷനിൽ പോകും, റെഡോൺ ന്യൂക്ലിയസ് വേറൊരു ഡയറക്ഷനിൽ പോകും. ദ ഡോട്ടർ പാർട്ടിക്കിൾസ് എന്നാണ് റേഡിയോ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുള്ള പാർട്ടിക്കിൾസിന് ഡോട്ടർ പാർട്ടിക്കിൾസ് വിൽ ട്രാവൽ ഓൺ ദെയർ ഓൺ പാത്ത്. പക്ഷെ എപ്പോഴും ഈ ഡോട്ടർ പാർട്ടിക്കിൾസിന്റെ രണ്ടാളുടെയും സെന്റർ ഓഫ് മാസ് എടുത്താൽ അത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഡയറക്ഷനിൽ ലൈൻ വരച്ചാൽ ആ ലൈനിലാവുന്ന രീതിയിലേ ഇവ മൂവ് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് രണ്ടിനും ഒരേ ഡയറക്ഷനിൽ എന്തായാലും മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് ഒരിക്കലും സെന്റർ ഓഫ് മാസ് ഇവിടെ പറ്റില്ല. അപ്പൊ ഈ രണ്ട് ഫ്രാഗ്മെന്റ്സും they will move such that their center of mass will continue the motion with the same velocity in the initial direction. ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഈ പോയിന്റ് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഡയറക്ഷനിൽ അതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന രീതിയിൽ സെന്റർ ഓഫ് മാസ് ഈ സ്ട്രെയിറ്റ് ലൈൻ നേരത്തെ വെലോസിറ്റിയുടെ അതേ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന രീതിയിൽ ഈ രണ്ട് ഫ്രാഗ്മെന്റ്സിനും മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവ മൂവ് ചെയ്യും. ആൻഡ് ദീസ് ആർ ഓൾ can be verified experimentally. നമ്മളെ തിയറിയുടെ നമ്മൾ പഠിച്ച സെന്റർ ഓഫ് മാസ് ഉള്ള കൺസെപ്റ്റിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളുടെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻസ് ആണ്. ദിസ് ഈസ് ഹൗ ഫിസിക്സ് വർക്ക്സ്. ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ഈ ഷെല്ലിന്റെ കാര്യവും ഇതൊക്കെ ചെറിയ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഷെല്ല് പൊട്ടിത്തെറിക്കുന്ന പോലെ വലിയൊരു എക്സ്പ്ലോഷൻ നടത്താത്ത 2-3 പീസസ് ആകുന്ന ചെറിയ എക്സ്പ്ലോഷൻ നടത്തുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് പ്രൊജക്ടൈൽ പാത്തിൽ അവയെ ലോഞ്ച് ചെയ്തിട്ട് സെന്റർ ഓഫ് മാസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്ത് നമുക്ക് ഇത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഈസി. അപ്പോ അതുപോലെ ഈ കേസിലും നമുക്ക് ഇതിന്റെ ഈ രണ്ട് പാർട്ടിക്കിൾസിന്റെ പാത്ത് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഈ ഇനീഷ്യൽ പാത്തും ഈ രണ്ട് പാർട്ടിക്കിൾസിന്റെ ഒക്കെ പാത്തും ട്രേസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു സിംഗിൾ പാർട്ടിക്കിളുടെ അല്ല, കളക്ഷൻ്റെതാണ് വരിക. എന്നാലും ഈ ക്യാൻ ട്രേസ് ദി പാത്ത്. അത് വെച്ചിട്ട് നമുക്ക് സെന്റർ ഓഫ് മാസ് സ്ട്രെയിറ്റ് ലൈനിലായിരുന്നു എന്നൊക്കെ എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്യാം. ഇനി ഇത് സെന്റർ ഓഫ് മാസ് നേരത്തെ മൂവ് ചെയ്യുന്ന കേസാണ്. ഇനി ഇതേ കേസ് തന്നെ സപ്പോസ് ഇഫ് ദി റേഡിയം ന്യൂക്ലിയസ് വാസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്, മൂവ് ചെയ്യുകയല്ല റേഡിയോ ന്യൂക്ലിയസിനാണ് റേഡിയോ ആക്ടിവിറ്റി ഒക്കെ സംഭവിച്ചത്. അപ്പൊ എന്താ സംഭവിക്കുക? റേഡിയം ന്യൂക്ലിയസ് ആണത്, റെസ്റ്റിൽ ഇരിക്കുകയാണ്. അപ്പോ ഈ പിന്നെ റെഡോണും ഹീലിയും ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫറെന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. സച്ച് ദാറ്റ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദിസ് ഹീലിയം പാർട്ടിക്കിൾ ആൻഡ് റെഡോൺ ന്യൂക്ലിയസ് കംസ് അറ്റ് ദി ഇനീഷ്യൽ ലൊക്കേഷൻ ഓഫ് ദി റേഡിയം. നേരത്തെ റേഡിയം എവിടെയായിരുന്നോ, എവിടെ വെച്ചിട്ടാണോ റേഡിയോ ആക്ടിവിറ്റിക്ക് വിധേയമായത്, ആ പോയിന്റിൽ തന്നെ സെന്റർ ഓഫ് മാസ് വരുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമാറ് റെഡോൺ ന്യൂക്ലിയസും ഹീലിയം ന്യൂക്ലിയസും. അതിനനുസരിച്ചുള്ള വേഗതയായിരിക്കും രണ്ടാക്കും കിട്ടുക. ഏതൊരു സമയത്തും ഇവിടെ നിന്ന് ഈ റെഡോൺ ന്യൂക്ലിയസ് നമ്മൾ ഒറിജിൻ ആയിട്ട് സങ്കല്പിച്ചാൽ ഇവിടേക്കുള്ള ഡിസ്റ്റൻസും മെഷർ ചെയ്തിട്ട് m1r1 + m2r2 ഡിവൈഡഡ് ബൈ m1 + m2 എന്നുള്ള ഇക്വേഷൻ ചെയ്താൽ യു വിൽ ഗെറ്റ് 0 കിട്ടുമെന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ഒറിജിനിൽ തന്നെയായിരിക്കും. ഇഫ് യു ചൂസ് ഒറിജിൻ അറ്റ് ദി റെഡോൺ ന്യൂക്ലിയസ്, ലൊക്കേഷൻ ഓഫ് ദി റെഡോൺ ന്യൂക്ലിയസ്,
Then after the radioactive decay, there is no radon nucleus, but you will fix that point. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹീലിയം ന്യൂക്ലിയസും റെഡോൺ ന്യൂക്ലിയസും, നേരത്തെ റേഡിയൻ ന്യൂക്ലിയസിന്റെ പോയിന്റ് ആണ് ഒറിജിൻ ആയിട്ട് എടുത്തത്. റെഡോൺ ന്യൂക്ലിയസ് ഈ ഡയറക്ഷനിലായിരിക്കാം, ഹീലിയം ന്യൂക്ലിയസ് ഈ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇവയുടെ വെലോസിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും. ഓഫ് കോഴ്സ് ഈ ഹീലിയം ന്യൂക്ലിയസിന് കൂടുതൽ വേഗത ഉണ്ടാവും, കാരണം ഇവിടുന്ന് കൂടുതൽ അകലത്തിലും ഇത് കുറഞ്ഞ അകലത്തിലും എത്തണം, എന്നാലേ അതിന്റെ സെന്റർ ഓഫ് മാസ് ഈ റേഡിയൻ ന്യൂക്ലിയസിന്റെ അവിടെ വരുള്ളൂ. അപ്പോൾ ഈ രണ്ട് ആളുകളും സഞ്ചരിക്കുക ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ രണ്ട് ആളുകളുടെയും, ഹീലിയത്തിന്റെയും റെഡോണിന്റെയും സെന്റർ ഓഫ് മാസ് ഈ റേഡിയൻ ന്യൂക്ലിയസിന്റെ ഇനീഷ്യൽ ലൊക്കേഷനിൽ തന്നെ ഫിക്സ് ചെയ്ത് നിൽക്കുള്ളൂ. ഇറ്റ് വിൽ നോട്ട് മൂവ്. സെന്റർ ഓഫ് മാസ് ഇവിടെ തന്നെ ആയിരിക്കും. ഈ രണ്ടാളും മൂവ് ചെയ്യും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സെന്റർ ഓഫ് മാസ് ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഹീലിയം ആൻഡ് റെഡോൺ ന്യൂക്ലിയൈ വിൽ മൂവ് in opposite directions such that with proper velocity, such that their center of mass will remain always at the initial location where the radial nucleus was at rest. റേഡിയൻ ന്യൂക്ലിയസ് നേരത്തെ റെസ്റ്റിൽ ഇരുന്നിരുന്ന ആ പോയിന്റ് ഏതാണോ അവിടെ സെന്റർ ഓഫ് മാസ് വരുന്ന രീതിയിൽ ഈ ഹീലിയം ന്യൂക്ലിയസും റെഡോൺ ന്യൂക്ലിയസും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വ്യത്യസ്ത വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. തീർച്ചയായിട്ടും വെലോസിറ്റി കൂടുതൽ ഉണ്ടാവും ഹീലിയം ന്യൂക്ലിയസിനായിരിക്കും, കാരണം സെന്റർ ഓഫ് മാസ് ഇവിടെ വരണമെങ്കിൽ ഹീലിയത്തിനേക്കാൾ അടുത്ത് റെഡോൺ വരണം. ഓക്കെ, അപ്പൊ ഇത് സെന്റർ ഓഫ് മാസ് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇത് രണ്ടും സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ ഈ കേസ് രണ്ടും പറയാം. അപ്പോൾ കൺസിഡർ ദി ഡീകേ ഓഫ് എ പാരന്റ് ന്യൂക്ലിയർ ഇൻടു 2 ഫ്രാഗ്മെന്റ്സ്. എല്ലാ റേഡിയോ ആക്റ്റീവ് ഡീക്കേയിലും ഇത് ബാധകമാണ്. ഇതേപോലെ പറയാൻ നമുക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താണ് റേഡിയത്തിൻ്റെത്. ദേ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റീസ്. They move in opposite direction with different velocities. Here the momentum is conserved and the center of mass of the decay product continues to be at rest. Oh, this figure B ആണ്. Okay. Sorry, ഇവിടെ figure A യും B യും മാറിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. Figure B. Here it is figure A. ഓക്കെ, അപ്പൊ ഇതും രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ആണ്. ഇത് ഫിഗർ ബി എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസ് ഇനീഷ്യലി റെസ്റ്റിലാവുന്ന കേസാണ്. ഫിഗർ എ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന കേസാണ്. സെന്റർ ഓഫ് മാസ് ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇത് സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന കേസാണ്, പക്ഷേ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലല്ല. സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നത് പരാബോളിക് പാത്തിലാണ്. ഈ 3 എക്സാമ്പിൾസ് പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്ന 3 എക്സാമ്പിൾ ആണ്, പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന, പരീക്ഷാ പേപ്പറിലും മുമ്പ് കണ്ടിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഏതോ ഒന്നിൽ ഈ ചിത്രം തന്നിട്ട് സെന്റർ ഓഫ് മാസിനെ കുറിച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, so consider the decay of a parent nuclei into 2 fragments. They move in opposite directions with different velocities. അപ്പോൾ ഇവിടുന്നാണ് decay opposite direction. Figure B ആണ് നോക്കേണ്ടത്. Where the momentum is conserved and the center of mass of the decay products continues to be rest. ആണ് ഫിഗർ ബി. സെന്റർ ഓഫ് മാസ് ഈ റേഡിയോ ന്യൂക്ലിയസ് എവിടെയാണോ അവിടെ തന്നെ റെസ്റ്റിലിരിക്കും. ഇഫ് ദി ന്യൂക്ലിയസ് വാസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്, കാരണം ന്യൂക്ലിയസ് ഇനീഷ്യലി റെസ്റ്റിലാണെങ്കിലാണ് അങ്ങനെ ഇരിക്കുക. ഇഫ് ദി ന്യൂക്ലിയസ് വാസ് ഇനീഷ്യലി മൂവിങ്, ഈ ന്യൂക്ലിയസ് ഇനീഷ്യലി മൂവിങ് ആയിരുന്നുവെങ്കിൽ സെന്റർ ഓഫ് മാസ് വിൽ കണ്ടിന്യൂ ടു മൂവ് വിത്ത് ദി സെയിം വെലോസിറ്റി. അതാണ് ഈ കേസ്. ഇവിടെ ഇനീഷ്യലി ന്യൂക്ലിയസ് മൂവ് ചെയ്യായിരുന്നു. അപ്പോൾ ഡീകേ നടന്നതിന് ശേഷം ആ രണ്ട് പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസും അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. So that is 2 examples for center of mass motion. Actually it is 3 examples. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു, പലപ്പോഴും ചില ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടും പല ആളുകളും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മോഷൻ ഓഫ് ദി പ്ലാനറ്റ്സ് ഓർ സിംപ്ലി ദി മോഷൻ ഓഫ് ദി എർത്ത് മൂൺ സിസ്റ്റം. സിമ്പിൾ ആയിട്ട് നമ്മൾ എർത്ത് മൂൺ സിസ്റ്റത്തിന്റെ മോഷനെ കുറിച്ചൊന്ന് പഠിക്കുക. ഞങ്ങളിൽ പലർക്കും അറിയും, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എർത്ത് മൂൺ സിസ്റ്റത്തിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സണ്ണിനെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ ഫോർഗെറ്റ് ചെയ്യുക. വേറെ എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. ആക്ച്വലി ദർ ഈസ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫ്രം സൺ. എർത്തിനും മൂണിനും അത് ബാധകമാണ്. അതുകൊണ്ട് എർത്തും മൂണും സണ്ണിനെ ചുറ്റുന്നുണ്ട്. ആ ഭാഗം നമ്മൾ തൽക്കാലം വിസ്മരിക്കുക. എർത്ത് മൂൺ സിസ്റ്റത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ, എർത്ത് മൂൺ സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ മൂൺ എർത്തിനെ ഒരു ആൾമോസ്റ്റ് സർക്കുലർ പാത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്.
നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? ചന്ദ്രൻ ഭൂമിയെ എങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, ഒരു സർക്കുലർ പാത്തിൽ, അങ്ങനെ തന്നെ എടുത്തോളൂ, ഓൾമോസ്റ്റ് സർക്കുലർ ആണ്. സർക്കുലർ പാത്തിൽ ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഭൂമി സൂര്യനെയും ചുറ്റുന്നുണ്ട്, അതുകൊണ്ട് ചന്ദ്രനും സൂര്യനെ ചുറ്റണം. അപ്പൊ ഇവിടെ ചന്ദ്രനും സൂര്യനെ ചുറ്റുന്നുണ്ട്, ഭൂമിയും സൂര്യനെ ചുറ്റുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടത് ചന്ദ്രൻ ചുറ്റുന്ന പാത്ത് നമ്മൾ സങ്കല്പിച്ചാൽ ഇറ്റ് വിൽ നോട്ട് ബി ആൻ എക്സാക്ട് എലിപ്റ്റിക്കൽ പാത്ത്, അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്ത് ആയിരിക്കില്ല. കാരണം സൂര്യനെ ചുറ്റുന്നതോടൊപ്പം ആരെയും ചുറ്റണം? ഭൂമിയെയും ചുറ്റണം. അപ്പൊ യഥാർത്ഥത്തില് ആരാണ് ഈ സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്നത്? അവിടെ നമുക്ക് കാണാൻ പറ്റും, ഇറ്റ് ഈസ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി സൺ, സെന്റർ ഓഫ് മാസ് ഓഫ് ദി മൂൺ ആൻഡ് എർത്ത് that will orbit the sun in an elliptical orbit or circular orbit. ഒരു സർക്കുലർ ഓർബിറ്റില് സൂര്യന് ചുറ്റും പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കറക്റ്റ് ആ സർക്കുലർ ഓർബിറ്റ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഫോളോ ചെയ്യുന്ന ആള് ആരാണ്? മൂണിന്റെയും എർത്തിന്റെയും സെന്റർ ഓഫ് മാസ് ആണ്. എർത്തും മൂണും കറക്റ്റ് എലിപ്റ്റിക്കൽ പാത്തിലല്ല പോകുന്നത്. മൂൺ ഇങ്ങനെ ഒരു ഹെലിക്കൽ പാത്തായിരിക്കും, കാരണം അതിന് എർത്തിന് എങ്ങനെ ചുറ്റും വേണം, അതോടൊപ്പം സൂര്യന്റെ ചുറ്റുള്ള ഓർബിറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്യുമാണ്. ഇത് രണ്ട് മോഷനും കൂടി നമ്മൾ സങ്കല്പിച്ചാൽ ഈ മൂൺ എന്ന് പറയുന്ന ആൾ ഒരിക്കലും എലിപ്റ്റിക്കൽ ഓർബിറ്റിലല്ല, കറക്റ്റ് എലിപ്റ്റിക്കൽ പാത്തിലല്ല, അല്ലെങ്കിൽ കറക്റ്റ് സർക്കുലർ പാത്തിലല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഫാക്ട് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ട് ആണ്. എക്സാക്ട്ലി ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി എർത്ത് മൂൺ സിസ്റ്റം ഫോളോസ് എലിപ്റ്റിക്കൽ പാത്ത് അറൌണ്ട് ദി സൺ. എർത്തുമല്ല മൂണുമല്ല. നമ്മള് ഈ എർത്ത് മൂൺ സിസ്റ്റം ഒക്കെ വിട്ട് പുറത്ത് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, നമ്മൾ അങ്ങനെ ഈ എർത്ത് മൂൺ സിസ്റ്റത്തിന് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എർത്തും മൂണും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ അല്ല എന്നും, ഇത് രണ്ടിന്റെയും സെന്റർ ഓഫ് മാസ് മാത്രമാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ അല്ലെങ്കിൽ സർക്കുലർ ഓർബിറ്റിൽ സൂര്യന് ചുറ്റും വലയം വെക്കുന്നത് എന്നും ഓർബിറ്റ് ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ? ഇനി അത് ഒരു കാര്യം. രണ്ടാമത്തത്, സൂര്യന് ചുറ്റുള്ള മോഷൻ അവിടെ നിൽക്കട്ടെ, എർത്ത് മൂൺ സിസ്റ്റം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എർത്ത് ഈസ് അറ്റ് റെസ്റ്റ്, അല്ലെങ്കിൽ എർത്ത് മൂണിനെ അപേക്ഷിച്ച് ഈ എർത്ത് റെസ്റ്റിലും മൂൺ ഇങ്ങനെ എർത്തിനെ ചുറ്റുന്ന രീതിയുമാണുള്ളത്. സൂര്യന്റെ ചുറ്റുമുള്ള മോഷൻ നമ്മൾ തൽക്കാലം വിസ്മരിക്കുക, കാരണം അത് എർത്തിനും മൂണിനും ഉണ്ടല്ലോ. എർത്ത് മൂൺ സിസ്റ്റത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾ വിചാരിക്കുക മൂൺ ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദി എർത്ത് ആൻഡ് എർത്ത് ഈസ് നോട്ട് മൂവിങ്. എർത്തിന് ആകെയുള്ളത് എലിപ്റ്റിക്കൽ പാത്തിലുള്ള മോഷൻ മാത്രമാണ്, വേറെ മോഷൻ ഒന്നുമില്ല. അപ്പൊ എർത്ത് ഇങ്ങനെ നിൽക്കുന്നു, സൂര്യൻ അതിനെങ്ങനെ ചുറ്റുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പിക്ചർ. അവിടെ ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്നുള്ളതാണ് അടുത്ത മനസ്സിലാക്കണം. അതിന് ഞാൻ ചെറിയൊരു ആനിമേഷൻ നിങ്ങളെ കാണിക്കാണ്. So this is the earth, this is the moon, and this point ഈ ബ്ലൂ കളറിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. സ്ക്രീന് എർത്തിന്റെ സെന്റർ ആണിത്. ഇത് സെന്റർ ഓഫ് മാസ് ഓഫ് എർത്ത് ആൻഡ് മൂൺ ആണ്. അതായത് എർത്തിന്റെയും മൂണിന്റെയും സെന്റർ ഓഫ് മാസ് പറയുന്ന പോയിന്റ്. ഓക്കെ, നമ്മൾ എർത്തിന്റെ സെന്റർ ഒറിജിൻ ആയിട്ട് എടുത്താൽ M1 എന്നുള്ളത് എർത്ത് പ്ലസ് 0 എന്ന് വരും. പിന്നെ M2 എന്ന് പറയുന്നത് മൂണിന്റെ മാസ് ഇൻറ്റു R2 എന്ന് പറഞ്ഞാൽ മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി മൂൺ പ്ലസ് മാസ് ഓഫ് ദി എർത്ത്. അത് ചെയ്താൽ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് എർത്തിന്റെ സെന്റർ. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ എർത്തിന്റെ റേഡിയസിലും കുറവാണ് വരിക. എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ഓഫ് എർത്ത് മൂൺ സിസ്റ്റം ലൈസ് വിത്തിൻ ദി എർത്ത്. എർത്തിന്റെ ഉള്ളിലാണുള്ളത്. ഓക്കെ, ആ സെന്റർ ഓഫ് മാസ് ആണ് ഈ ചെറിയ ഡോട്ടായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ മോഷൻ എങ്ങനെയാ ഇതുവരെ നമ്മളത് മനസ്സിലുള്ളത്, പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മോഷൻ മാത്രം. സപ്പോസ് സൂര്യനൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, ഈ രണ്ടാളും മാത്രമേ. there is no external force, ഒന്നും പോസിബിൾ ആണോ എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു എർത്ത് മൂൺ സിസ്റ്റം പോസിബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഈസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പഠിച്ച ഫിസിക്സ് അനുസരിച്ച് ഇത് പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ് പോസിബിൾ അല്ല എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, if there is no net external force, the linear momentum of the system remains constant. Total linear momentum of the system remains constant. ഇവിടെ ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് അല്ല, ടോട്ടൽ ലീനിയർ മൊമെന്റം, അല്ലെങ്കിൽ ലീനിയർ മൊമെന്റം ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഷുഡ് ബി കോൺസ്റ്റന്റ്. ഇവിടെ നിങ്ങൾ നോക്കൂ,
സെന്റർ ഓഫ് മാസിന്റെ ലീനിയർ മൊമെന്റം ഒരിക്കലും കോൺസ്റ്റന്റ് ആവില്ല. കാരണം ഈ സമയത്ത് സെന്റർ ഓഫ് മാസ് എവിടെയാന്ന് നോക്കുക. നേരത്തെ സെന്റർ ഓഫ് മാസ് ഇവിടെ ആയിരുന്നെങ്കിൽ 3 ഇവിടെ വരുമ്പോൾ സെന്റർ ഓഫ് മാസ് ഇവിടേക്ക് മാറും, അറിഞ്ഞല്ലോ. അപ്പൊ സെന്റർ ഓഫ് മാസ് ഇവിടെ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി ഇവിടെ ആണ് സെന്റർ ഓഫ് മാസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ഇങ്ങനെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ എങ്കിലും മാറുന്നുണ്ടല്ലോ. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി മാറുക എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് അല്ല. So if there is no external force, assume that there is no external force. നമ്മൾ എർത്തും മൂണും തമ്മിലുള്ള ഫോഴ്സും അത് മാത്രമാണ് പഠിക്കുന്നത്. സൂര്യന്റെ ആകർഷണം ഒന്നും പരിഗണിക്കേണ്ട. എർത്തും മൂണും മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് പോസിബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. അത് പോസിബിൾ അല്ല എന്നുള്ളതാണ് ആൻസർ. കാരണം ഇൻ ദിസ് കേസ് ദി ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ഈസ് നോട്ട് സീറോ, അല്ലെങ്കിൽ ലീനിയർ മൊമെന്റം ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഈസ് നോട്ട് സീറോ. ഇവിടെ സെന്റർ ഓഫ് മാസ് നേരത്തെ ആദ്യം ഇവിടെ ആയിരുന്നു. ഒരു 90 ഡിഗ്രി മൂൺ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 4 ഭാഗം മൂൺ റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ പോയിന്റ് നോക്കുകയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് വരെ ഇവിടെയാണ്. അപ്പൊ സെന്റർ ഓഫ് മാസ് ഇവിടുന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് സെന്റർ ഓഫ് മാസിന്റെ ലീനിയർ മൊമെന്റം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ ലീനിയർ മൊമെന്റം ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് പോസിബിൾ ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അപ്പൊ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അനുസരിച്ച് എർത്ത് മൂൺ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന് പുറത്തുനിന്ന് ഫോഴ്സ് ഒന്നുമില്ല. അപ്പൊ സെന്റർ ഓഫ് മാസ് ഇനീഷ്യലി എവിടെയാണോ അവിടെ തന്നെ നിൽക്കണം. ഓക്കെ, സെന്റർ ഓഫ് മാസ് ഇനീഷ്യലി എവിടെയായിരുന്നു അവിടെ തന്നെ നിൽക്കുന്ന രീതിയിലാണ് ഇത് മൂവ് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം മാറിക്കൊണ്ടേയിരിക്കും, മൊമെന്റം കോൺസ്റ്റന്റ് ആവില്ല. സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് ആയില്ല എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് അല്ല. സിസ്റ്റത്തിൽ മേലെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. അപ്പൊ ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയേ പറ്റൂ. സോ ദിസ് പിക്ചർ ഈസ് റോങ്. എർത്തിന് ചുറ്റും മൂണ് മാത്രം ചുറ്റുന്ന ഒരു ചിത്രം ശരിയല്ല. യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ റിയാലിറ്റി ഈസ് ബോത്ത് എർത്ത് ആൻഡ് മൂൺ റിവോൾവ്സ് അറൌണ്ട് their സെന്റർ ഓഫ് മാസ്. എർത്തിന്റെയും മൂണിന്റെയും സെന്റർ ഓഫ് മാസ് ആയിട്ടുള്ള ഈ പോയിന്റിന് അബൌട്ട് ആയിട്ട് എർത്തും ചുറ്റും മൂണും ചുറ്റും, രണ്ടാളും ചുറ്റും. such that always earth and moon comes diametrically opposite point. എർത്തും മൂണും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് വരുന്ന രീതിയിൽ സെന്റർ ഓഫ് മാസ് ഒരേ പോയിന്റിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റും. ആ പിക്ചറാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് തെറ്റാണ്. സോ ലെറ്റ് മീ ഷോ യു ദാറ്റ് പിക്ചർ ആൾസോ. സോ ദിസ് ഈസ് ദി another animation. ഇവിടെയും this is the center of mass. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. This is the center of mass. This is earth and this is moon. സ്കെയിലിംഗ് ചെയ്യരുത്, സൈസ് ഒക്കെ ഇങ്ങനെയൊന്നും അല്ല വരിക. നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു ആനിമേഷൻ ചെയ്താണ്. അപ്പോൾ ഇത് നോക്കുക, നമ്മൾക്ക് ആദ്യം ഈ എർത്ത് മൂൺ സിസ്റ്റത്തിന്റെ മാത്രം റൊട്ടേഷൻ ഒന്ന് കാണാം. എർത്തും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, മൂണും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എർത്ത് കോമൺ സെന്റർ ഓഫ് മാസ് കണ്ടോ. മൂൺ ഈ സെന്റർ ഓഫ് മാസിന്റെ അബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഏതൊരു ഇൻസ്റ്റന്റിൽ നമ്മൾ നോക്കിയാലും സെന്റർ ഓഫ് മാസ് അവിടെ മാറുന്നേ ഇല്ല. സെന്റർ ഓഫ് മാസിന് റെസ്റ്റ് ആണ്. സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം മാറുന്നേ ഇല്ല. സെന്റർ ഓഫ് മാസ് ഒരേ പൊസിഷനില്ല. ഇവിടെ നോക്കിയാൽ ഇപ്പോഴും സെന്റർ ഓഫ് മാസ് ഇവിടെ തന്നെയാണ്. ഇനി അല്പം കഴിഞ്ഞിട്ട് വേറെ ഏതല്ല, ഇപ്പൊ നോക്കിയാൽ സെന്റർ ഓഫ് മാസ് ഇവിടെ തന്നെ. ഏത് പോയിന്റിൽ നോക്കിയാലും ഇത് മൂന്ന് ഇത് എർത്ത്, ദേ വിൽ കം അറ്റ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക. മൂന്ന് ഇവിടെയും എർത്ത് ഇവിടെയും വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. മൂന്ന് ഇവിടെയാണെങ്കിൽ എർത്ത് ഇവിടെ തന്നെ ആയിരിക്കും. സോ ദിസ് ഈസ് ദി കറക്റ്റ് പിക്ചർ ഓഫ് എർത്ത് മൂൺ റൊട്ടേഷൻസ്, എർത്ത് മൂൺ റെവല്യൂഷൻസ്. മൂൺ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിന്റെ യഥാർത്ഥ രീതി ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓക്കെ. സോ ദിസ് ഈസ് ദി കറക്റ്റ് പിക്ചർ. So this is the way in which earth moon system moves. ഇനി സൂര്യനെ ചുറ്റുമുള്ള മോഷനും കൂടി ഉൾപ്പെടുത്തിയാലോ?
ഈ പാത്ത് നിങ്ങൾ നോക്കിയാൽ ഇതിപ്പോ സർക്കുലർ പാത്താണ്, മൂണിന്റെ സർക്കുലർ പാത്താണ് ഞാൻ കൊടുത്തത്. ഇനി സൂര്യന് ചുറ്റും ഈ സിസ്റ്റം ഓർബിറ്റിൽ മൂവ് ചെയ്യുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എർത്തും എലിപ്റ്റിക്കൽ ഓർബിറ്റിലല്ല. എർത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് സെന്റർ ഓഫ് ദി എർത്ത്. എർത്തിന്റെ സെന്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് അത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലല്ല, ഫ്ലക്ച്വേഷൻസ് ഉണ്ട് അതിനകത്തായിട്ട്. മൂണൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലല്ല മൂവ് ചെയ്യുന്നത്. ബട്ട് ദി സെന്റർ ഓഫ് മാസ് വിൽ മൂവ് ഇൻ ദി ഇല്ല, ഒരു എലിപ്റ്റിക്കൽ പാത്ത് കാണിക്കും, അതിന്റെ സെന്ററിൽ ഒരു ഫോക്കസിൽ സൺ ഉണ്ട്. നിങ്ങൾ സങ്കല്പിക്കുക, സണ്ണും കൂടി കാണിക്കണം, അപ്പൊ പ്രയാസമാവും, ഈ സ്ക്രീനിൽ കൊള്ളൂല. സോ സണ്ണിനെ ഞാൻ I will show you for you. So they are going around the sun. അപ്പൊ നോക്കൂ നിങ്ങൾ, അതാണ് സെന്റർ ഓഫ് മാസിന്റെ പാത്താണ് ഈ ട്രേസ് ചെയ്യുന്നത്. ദാറ്റ് ബ്ലാക്ക് ഡോട്ട്സ്, റെഡ് ഡോട്ട്സ് വിൽ ഷോ ദി പാത്ത് ഓഫ് ദി മൂൺ, ഗ്രീൻ യു ദി പാത്ത് ഓഫ് ദി എർത്ത്. എർത്തിന്റെ പാത്ത്, എർത്തിന്റെ സെന്റർ ഫോളോ ചെയ്യുന്നത്. മൂണിന്റെ സെന്ററിന്റെ പാത്താണ് റെഡ് കളറിലുള്ള ഡോട്ട്സ് ഫോളോ ചെയ്യുന്നത്. അതോടൊപ്പം ബ്ലാക്ക് കളറിലുള്ള ഡോട്ട്സ് ഫോളോ ചെയ്യുന്നത്. ഇനി റവല്യൂഷൻ പൂർത്തിയാകുമ്പോൾ നിങ്ങൾ നോക്കുക, ഹൗ കോംപ്ലക്സ് ഈസ് ദി പാത്ത് ഓഫ് ദി മൂൺ ആൻഡ് പാത്ത് ഓഫ് ദി എർത്ത്, ബട്ട് ഹൗ സിമ്പിൾ ഈസ് ദി പാത്ത് ഓഫ് ദി സെന്റർ ഓഫ് മാസ്. നിങ്ങൾ നോക്കൂ, സെന്റർ ഓഫ് മാസ് വളരെ ഭംഗിയുള്ള ഒരു എലിപ്സ് സർക്കിൾ തന്നെയാണ് എർത്തിന്റെ പാത്ത്. ആൾമോസ്റ്റ് സർക്കുലർ പാത്തിൽ അങ്ങനെ മൂവ് ചെയ്യും. അതേസമയം മൂണും എർത്തിന്റെ ഒക്കെ സെന്റർ ഫോളോ ചെയ്യുന്ന പാത്ത് കണ്ടത്, ഈ എർത്തിന്റെ സെന്ററിന്റെ പാത്ത് ഇത്രയും ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. പ്രാക്ടിക്കലായിട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ അത് എലിപ്റ്റിക്കൽ ഓർബിറ്റിനുള്ള ഡീവിയേഷൻ വളരെ സ്മാൾ ആണ്. നിങ്ങൾക്ക് അവിടെ ഡീവിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സ്കെയിൽ അനുസരിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു റൊട്ടേഷൻ എടുക്കുന്നത് 365 ദിവസമാണെങ്കിൽ ഈ 27 ദിവസമാണ്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. അതേ സ്കെയിലല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. സോ ബട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് both the center of mass of the earth and the moon center of mass of the earth and the moon will follow the elliptical path. വേറെ ഏതുമല്ല, എർത്തിന്റെയും മൂണിന്റെയും സെന്റർ ഓഫ് മാസ് ആണ് എലിപ്റ്റിക്കൽ പാത്ത് ഫോളോ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ കോംപ്ലിക്കേറ്റഡ് പാത്തുകളാണ് സണ്ണിന് ചുറ്റും ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, ചുറ്റും സണ്ണ് മൂൺ ഇങ്ങനെ മൂവ് ചെയ്യുക എന്നുള്ള നമ്മൾ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന പിക്ചർ അല്ല സംഭവിക്കുന്നത്. ബോത്ത് ദി എർത്ത് ആൻഡ് ദി മൂൺ ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദെയർ ഓൺ സെന്റർ ഓഫ് മാസ്. അവയുടെ കോമൺ സെന്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ട് എർത്തിനും മൂണിനും മോഷൻ ഉണ്ട്, എർത്ത് മൂണും ചുറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് ദി കറക്റ്റ് പിക്ചർ. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കൂടി പറയുകയാണ്. ഓക്കെ, so that's it. Motion of earth moon system is another example. അപ്പൊ മൂൺ മൂവ്സ്, നിങ്ങൾ മോഷൻ ഓഫ് എർത്ത് മൂൺ സിസ്റ്റം നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നോട്ടിൽ എഴുതുകയാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി, നിർബന്ധമില്ല. എർത്ത് മൂൺ സിസ്റ്റം എന്ന് മാത്രമായിട്ട് എഴുതി വെച്ചാൽ മതി ഒരു എക്സാമ്പിളിന്റെ പേരായിട്ട്. അതിൽ കാര്യങ്ങൾ ഇതാണ്: മൂൺ മൂവ്സ് അറൌണ്ട് ദി എർത്ത് in circular orbit and earth moves around the sun in an elliptical orbit. Or we can say that the center of mass of the earth moon system moves in an elliptical orbit around the sun. Hence the force of attraction, ശ്രദ്ധിക്കേണ്ടത്, the force of attraction between the earth and moon is internal to earth. ഇവിടെ എർത്ത് മൂണും തമ്മിലുള്ള ഫോഴ്സ് ഇന്റേണൽ ഫോഴ്സ് ആണ്. And the internal to earth moon system, while the sun's attraction on both earth and moon are external. എർത്തിനും മൂണിലും സണ്ണിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ടും മറ്റത് ഇന്റേണൽ ഫോഴ്സ് ആയിട്ടുമാണ് പരിഗണിക്കേണ്ടത്. ഇനി ഇതിപ്പോ സെന്റർ ഓഫ് മാസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ഡെഫിനിഷൻസും റൊട്ടേഷണൽ മോഷൻ പഠിക്കാൻ ആവശ്യമായ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇനി. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ മോഷൻ പഠിക്കാൻ തുടങ്ങുന്ന നേരത്ത് വെലോസിറ്റിയും ആക്സിലറേഷനും അതിന്റെ ശേഷം നമ്മൾ മൊമെന്റം ഇതുപോലുള്ള ആളുകളൊക്കെ പഠിച്ചു, ഡിഫൈൻ ചെയ്തു.
അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബോഡിയുടെ റൊട്ടേഷണൽ മോഷൻ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്ത് ഇനി കുറച്ച് സെക്ഷൻ അതാണ്. അപ്പൊ അത് തറോ ആയാലേ ഈ ഡെഫിനിഷൻസ് ഒന്നും പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കില്ല. ഡിഫൈൻ ആംഗുലാർ വെലോസിറ്റി എന്നോ ഡിഫൈൻ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വല്ലാതെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ മറ്റ് ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്താണ്, ആംഗുലാർ ആക്സിലറേഷൻ എന്താണ്, ആംഗുലാർ മൊമെന്റം എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. ടോർക്ക് എന്താണെന്ന്. അപ്പൊ അതൊക്കെ ഡിഫൈൻ ചെയ്യുന്ന പാർട്ടാണ് ഇനി വരുന്നത്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ. സോ ആംഗുലാർ വെലോസിറ്റി പുതിയ ആളല്ല. യൂണിഫോം സർക്കുലർ മോഷൻ പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആംഗുലാർ വെലോസിറ്റി എന്നുള്ള ആളെ. അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നില്ല. സോ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് ആംഗുലാർ വെലോസിറ്റി ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന ലീനിയർ മോഷനിലുള്ള, ട്രാൻസ്ലേഷണൽ മോഷനിലുള്ള, വൺ ഡയമെൻഷണൽ മോഷനിലൊക്കെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിന്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ബോഡിയുടെ റൊട്ടേഷൻ പഠിക്കുമ്പോൾ ആവശ്യമായ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഒരു വസ്തു ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഇനീഷ്യലി ഒരു ഡയറക്ഷൻ നമ്മൾ റൊട്ടേഷൻ, ആ വസ്തുവിന്റെ ഒരു ഓറിയന്റേഷൻ എങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ അപ്പോൾ നമ്മൾ ഒരു റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ ഒരു ആക്സിസ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. ആ വസ്തുവിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു. ആ ബോഡിയിലുള്ള ആ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആക്സിസ് തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അത് ആക്സിസിൽ തന്നെയാണെങ്കിൽ ഇനീഷ്യലി തീറ്റ 0. ഇനി ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആംഗിൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കൂടി 2π വരെ കൂടും, പിന്നെയും കൂടും. അങ്ങനെ 3π ആയി 4π, 2π ആണെന്ന് 4π ആണ്, ഒരേ ഓറിയന്റേഷൻ ആണ്. അങ്ങനെ ആ ബോഡി തിരിയും. അപ്പൊ അതിന്റെ ആംഗിൾ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റൊട്ടേഷൻ ആക്സിസിനെ നമ്മൾ റെഫറൻസ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരു പാർട്ടിക്കിളുടെ കേസ് എടുത്താൽ ഈസിയാണ്. ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ പാർട്ടിക്കിളുടെ റൊട്ടേഷൻ മോഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇനീഷ്യൽ ഡയറക്ഷൻ എക്സ് ആക്സിസ് എടുത്തു. എക്സ് ആക്സിസും ആ പാർട്ടിക്കിളുടെ പൊസിഷൻ വെക്ടർ നമ്മളുടെ ആംഗിളിന്റെ തീറ്റ എന്ന് വിളിച്ചു. കുറച്ച് കഴിയുമ്പോൾ ആ ആംഗിൾ, ആ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നു ഇസഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഈ പൊസിഷൻ വെക്ടർ എക്സ് ആക്സിസ് നമ്മളുടെ ആംഗിൾ കൂടി വരും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നു. ആ ചേഞ്ച് ആണ് ഇനീഷ്യലി ഉള്ള തീറ്റയും കുറച്ച് കഴിയുമ്പോൾ ഉള്ള തീറ്റയും തമ്മിലുള്ള ഡിഫറൻസ്. തീറ്റ ഐ തീറ്റ എഫ് എടുത്താൽ തീറ്റ എഫ് മൈനസ് തീറ്റ ഐ ഈസ് ദി angular displacement delta theta. So average angular velocity is delta theta by delta t. Equivalent to the relation average velocity is delta x by delta t. Delta x by delta t one dimensional motion level പഠിച്ചു. അത് equivalent ആയിട്ടുള്ള relation. ഇനി ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റിയോ, അവിടെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താ പഠിച്ചത്? dx by dt. അതുപോലെ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് ആംഗുലാർ വെലോസിറ്റി is d theta by dt. d theta omega is equal to d theta by dt. ഇനി ഇതിനെ ശരിക്കും പറയേണ്ടത് ഡി തീറ്റ എന്ന് പറയുന്ന ആള് തന്നെ ഒരു വെക്ടറാണ്. ശരിക്കും ആംഗുലാർ വെലോസിറ്റി വെക്ടറാണ്. ഡി തീറ്റ എന്നുള്ള ഇൻഫിനിറ്റിസിമൽ ആയിട്ടുള്ള റൊട്ടേഷൻ വെക്ടർ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതിന്റെ അഡീഷൻ വെക്ടർ അഡീഷൻ ഒക്കെ ഫോളോ അനുസരിച്ച് ഡി തീറ്റനെ വെക്ടർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഫൈനൈറ്റ് റൊട്ടേഷൻ നമുക്ക് വെക്ടർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതൊരു വേറെ ടോപ്പിക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ബട്ട് ദിസ് ഇക്വേഷൻ യു ഷുഡ് റിമെമ്പർ, ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ആ ഡി തീറ്റയുടെ വെക്ടർ നേച്ചറിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒമേഗക്ക് വെക്ടർ കിട്ടുന്നത്, വെക്ടർ ആയി വരുന്നത്. നമ്മളിപ്പോ ഒമേഗനെ വെക്ടർ ആയിട്ട് അങ്ങനെ സങ്കല്പിക്കാം. അതിന് ബാക്കോട്ട് നമ്മൾ പോകുന്നില്ല തൽക്കാലം, നമുക്ക് വേഗം തീർക്കേണ്ടതുണ്ട് ചാപ്റ്റേഴ്സ്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലീനിയർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സർക്കുലർ മോഷൻ ഈസ് വി ഈക്വൽ ടു ആർ ഒമേഗ. ഈ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേർ ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് ഇൻ വെക്ടർ ഫോം. അപ്പൊ ഒമേഗ വെക്ടർ ആണ്, വി വെക്ടർ ആണ്, ആർ വെക്ടർ ആണ്. ഇത് മൂന്ന് വെക്ടേഴ്സ് ആണ്. ഈ എഴുതിയ ഇക്വേഷൻ ഇവയുടെ മാഗ്നിറ്റ്യൂഡ്സ് തമ്മിലുള്ള ഇക്വേഷൻ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗ. ഇത് ശരിയായി വരുന്നത്, ഇത് വരുന്നത് എപ്പോഴാണ്? ഒരു പാർട്ടിക്കുലർ സർക്കിളിൽ ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പൊ ആർ എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് വി ഈക്വൽ ടു ആർ ഒമേഗ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ആ സർക്കുലർ പാത്തിന്റെ ടാൻജന്റിന്റെ ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ആക്സിസ് ഓഫ് ദി റൊട്ടേഷൻ സങ്കല്പിച്ചാൽ അതിന്റെ അതേപോലെ ആയിരിക്കും, അതിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ. അപ്പൊ ഇതിന്റെ വെക്ടർ ഫോം എന്ന് പറയുന്നത് വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. യൂണിറ്റ് റേഡിയൻ, ആംഗുലാർ ക്വാണ്ടിറ്റീസിലേക്ക് യൂണിറ്റും ഡയമെൻഷനും ഇങ്ങനെ നോട്ട് ചെയ്ത് പോവാം. velocity vector v equal to linear velocity v equal to vector omega cross product ആണ്. This is the cross product. So അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ക്രോസ് പ്രോഡക്റ്റിന്റെ അപ്ലിക്കേഷൻ ധാരാളം വരും. സോ ഒമേഗ ക്രോസ് ആർ, ഒമേഗ ക്രോസ് പ്രോഡക്റ്റ് വിത്ത് ആർ, അതാണ് വെലോസിറ്റി വെക്ടർ ഫോം. ഡയറക്ഷൻ അടക്കം കിട്ടണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. യൂണിഫോം സർക്കുലർ മോഷനിൽ ഒമേഗയും ആറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ്സിന്റെ ടേമിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. യൂണിഫോം അല്ല, സർക്കുലർ മോഷൻ.
യൂണിഫോം ആകണമെന്നില്ല. ഇഫ് ദി ബോഡി മൂവ്സ് അലോങ് എ സർക്കിൾ, അങ്ങനെയാണെങ്കിൽ ഒമേഗയുടെ ഡയറക്ഷനും ആറിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒമേഗന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടെത്താന്നുള്ളതിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇത് എഴുതുക. ഇത് നിങ്ങൾ എഴുതന്നെ വേണം, നോട്ടിൽ നിർബന്ധമായിട്ടും വേണം. ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി. റൊട്ടേഷണൽ മോഷന്റെ ബേസിക് കൺസെപ്റ്റുകൾ പഠിക്കുന്നത് ഇവിടെ മുതലാണ്. റിജിഡ് ബോഡിയുടെ റൊട്ടേഷൻ പഠിക്കാൻ ആവശ്യമായ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഇവിടുന്ന് ഡിഫൈൻ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി പോകണം. സോ വി നോ ദാറ്റ് ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് വെക്ടർ ആണെന്ന് എഴുതണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ലീനിയർ വെലോസിറ്റി ഇനി റിലേഷൻ ആണ്, റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി ഉണ്ട്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ലീനിയർ വെലോസിറ്റി ഇസ് വി ഈക്വൽ ടു ആർ ഒമേഗ, where r is the radius and omega is the angular velocity. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ആണ്. ഇനി ഇതിന്റെ വെക്ടർ ഇക്വേഷൻ, ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള all these three quantities are in fact vectors. So there will be a vector relation connecting these three, and that equation is v vector v is equal to omega cross vector r, not r cross omega. r cross omega എന്ന് എഴുതിയാൽ പറ്റൂല, ഡയറക്ഷൻ മാറിപ്പോവും. but it is a omega cross r. കാരണം നിങ്ങൾക്ക് അറിയാം a cross b equal to minus b cross a. അപ്പോൾ v equal to omega cross r എന്ന് തന്നെ എഴുതണം, v equal to r cross omega എന്ന് എഴുതരുത്, അത് തെറ്റാണ്. നമ്മുടെ ഡയറക്ഷന്റെ കൺവെൻഷൻ തെറ്റിപ്പോവും. So in direction of angular velocity is determined using right hand rule. Angular velocity is the rotational analog of velocity. സാധാരണ ലീനിയർ വെലോസിറ്റിയുടെ rotational analog, analogy എന്നും പറയും ചിലവർ analog എന്നും പറയും. So rotational analog of angular velocity is the linear velocity. Rotational analog is angular velocity is the rotational analog of linear velocity. Linear motion velocity എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷൻ വരുമ്പോൾ അവിടെ പറയുന്ന ആളാണ്, അവിടെ വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ആര്, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ആംഗുലാർ വെലോസിറ്റി. ഇനി അതിന്റെ ഡയറക്ഷൻ കാണാനുള്ള റൈറ്റ് ഹാൻഡ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് ഒരു ഫിഗറിലൂടെ നമുക്ക് കാണാം. സോ ദിസ് ഈസ് ദാറ്റ് ഫിഗർ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് ഈ ഒബ്ജക്റ്റ്. ഇതാണ് അതിന്റെ, ഈ റോഡാണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അതിന്റെ റൈറ്റ് ഹാൻഡ് ആ ആക്സിസ് ഓഫ് റൊട്ടേഷന് ചുറ്റും ഇങ്ങനെ പിടിക്കുന്നു, ഫിംഗേഴ്സ് അതിനെ കേൾ ചെയ്ത് പിടിക്കും. എങ്ങനെ കേൾ ചെയ്യണം? ഇൻ ദി സെൻസ് ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദി ബോഡി. ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ, ഈ ഡയറക്ഷനിലാണ്. അതേ ഡയറക്ഷനിൽ ഞാൻ ഫിംഗേഴ്സ് കേൾ ചെയ്യണം. അപ്പോ തമ്പ് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ അതാണ് ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പൊ ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, തമ്പ് പോയിന്റ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ക്ലോക്ക് സങ്കല്പിച്ചാൽ, ഈ പ്ലെയിൻ, ഇതിന്റെ ഡിസ്കിന്റെ പ്ലെയിൻ ഒരു ക്ലോക്ക് ആയിട്ട് സങ്കല്പിച്ചാൽ ആ ക്ലോക്കിന്റെ സൂചി ഇങ്ങനെ ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേഷൻ നടക്കുന്നത്. സോ ആംഗുലാർ വെലോസിറ്റി ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇനി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ ഇങ്ങോട്ടാണ് ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് സങ്കല്പിക്കുക. അപ്പൊ എനിക്ക് കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, അപ്പൊ ഞാൻ കൈ ഇങ്ങനെ പിടിക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ നേരെ തിരിച്ച് പിടിക്കേണ്ടി വരും. തമ്പ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ പിടിച്ചാലേ അപ്പോൾ ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനിലാവുള്ളൂ, റൊട്ടേഷന്റെ ഡയറക്ഷനിലാവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാം, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കാം. സ്ക്രൂ റൂൾ എ ക്രോസ് ബി പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കാണുന്ന രീതി നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കാരണം വെലോസിറ്റി ഒമേഗ കാണാനുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് അസൈൻ ചെയ്ത് ആറിന്റെ ഡയറക്ഷൻ അസൈൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒമേഗയുടെ ഡയറക്ഷൻ കിട്ടും. ആ ബി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒമേഗ ഏത് ഡയറക്ഷൻ ആണെന്ന് നോക്കിയാൽ മതി. പക്ഷെ ദിസ് ഈസ് ഈസി, പെട്ടെന്ന് ഇങ്ങനെ നോക്കിയാൽ ഈസി ആയിട്ട് കിട്ടും. ഏത് റൊട്ടേഷൻ ഉണ്ടെങ്കിലും നമുക്ക് സാധാരണ റിജിഡ് ബോഡി ഒബ്ജക്ട്സ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്ന്, ആക്സിസിന്റെ ഒരു ഡയറക്ഷനിൽ ആക്സിസിൽ അതേ ഡയറക്ഷൻ അലോങ് ദി ആക്സിസ് ആയിരിക്കും നമ്മുടെ റിജിഡ് ബോഡി റൊട്ടേഷന്റെ കേസിലൊക്കെ ആംഗുലാർ വെലോസിറ്റി. അത്തരം കേസുകളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. അലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തിനു കറസ്പോണ്ടിങ് ആണെന്ന് ചോദിച്ചാൽ, മോഷൻ പഠിച്ചപ്പോൾ നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ പഠിച്ചു, അതിന് തുല്യമായ റൊട്ടേഷണൽ മോഷൻ ആണ് ഈ പറയുന്നത് റൊട്ടേഷൻ അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റ് അല്ലാത്ത ആക്സിസും കൂടി റൊട്ടേറ്റ് ചെയ്യുന്ന പ്രൊസഷൻ ഒക്കെ വരുന്ന റൊട്ടേഷൻ നമ്മൾ പഠിക്കുന്നില്ല, സിമ്പിൾ കേസ് മാത്രമേ പഠിക്കുന്നു. അപ്പൊ നോക്കുക, ഇത്തരം കേസിൽ ആംഗുലാർ വെലോസിറ്റി ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാം. ആംഗുലാർ വെലോസിറ്റി ഇസ് ഡിറ്റർമിൻഡ് ബൈ ദി റൈറ്റ് ഹാൻഡ് റൂൾ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് അറിയണം കേട്ടോ. Okay, so that is the method to determine, easy method to determine the direction of the angular velocity if you know how a body rotates about an axis. Then angular acceleration, very simple, it is the rate of change of angular velocity. So alpha, angular acceleration denote ചെയ്യുന്ന ലെറ്റർ ആൽഫയാണ്. ആംഗുലാർ വെലോസിറ്റി നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്, അത് ഒമേഗയാണ്. സോ ആൽഫ, വെക്ടർ ആൽഫ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വെക്ടർ ഒമേഗ. അതിന്റെ യൂണിറ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ആംഗുലാർ ആക്സിലറേഷനും അതിന്റെ യൂണിറ്റ്. സാധാരണ ആക്സിലറേഷൻ ഇറ്റ് ഈസ് ഡി വി ബൈ ഡി ടി. അതേപോലെ ആംഗുലാർ ആക്സിലറേഷൻ ഇസ് ഡി ഒമേഗ ബൈ ഡി ടി.
അപ്പോൾ ഒമേഗ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടാവും, ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടാവും. ഒമേഗയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കേസ് നമ്മൾ പഠിക്കുന്നില്ല. ഒമേഗയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കേസിലുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പിന്നീട് വരും. അതിന്റെ ഡയമെൻഷൻ T⁻². റേഡിയൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ടാണ് T⁻². നേരത്തെ T⁻−1 ആയിരുന്നു ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് ആംഗുലാർ വെലോസിറ്റി. നിങ്ങൾ പഠിച്ചതാണ്, അതുകൊണ്ട് അത് അത്ര പ്രശ്നമില്ല. അതിൽ നിന്നും ആംഗുലാർ ആക്സലറേഷൻ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ദിസ് ഈസ് എ ന്യൂ കോൺസെപ്റ്റ്, എ ന്യൂ ക്വാണ്ടിറ്റി. ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ L. ഇറ്റ്സ് എ വെക്ടർ. ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ഈസ് ഡിഫൈൻഡ് ആസ് ദി മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. എന്താണ് അത്? അടുത്ത ഡെഫിനിഷൻ കാണുമ്പോൾ മനസ്സിലാവും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് L is equal to R cross P. അപ്പോൾ ആംഗുലാർ മൊമെന്റം പറയുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ പറഞ്ഞ പോലെയല്ല. ആംഗുലാർ മൊമെന്റം ഷുഡ് ബി സ്പെസിഫൈഡ് about a point. നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സർക്കിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആംഗുലാർ മൊമെന്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ യു നീഡ് എ പോയിന്റ്. ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റം എന്ന് പറയണം. അപ്പോഴേ അത് പൂർണ്ണമാവുന്നത്. വെറുതെ ആംഗുലാർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ incomplete statement. The angular momentum of a body എന്ന് പറഞ്ഞാൽ it is incomplete. About which point എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. So remember, angular momentum is defined about a point. സോ സാധാരണ നമ്മൾ അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്, അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഒറിജിൻ സങ്കല്പിച്ചിട്ടുണ്ട്. ആ ഒറിജിനിന്റെ അബൌട്ട് ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റം ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മുടെ മൂവ് ചെയ്യുന്ന റൊട്ടേഷണൽ മോഷനോ സർക്കുലർ മോഷനോ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ ആ സിസ്റ്റത്തിനെ നമ്മൾ പഠിക്കാനായിട്ട് ഒരു ഒറിജിൻ സങ്കല്പിക്കണം. ആ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാവും, അതിന്റെ ഒറിജിൻ ഉണ്ടാവും. ആ ഒറിജിൻ അബൌട്ട് ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റം എന്താണ് മറ്റു രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാവുന്നത്, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. So angular momentum is defined as by the relation vector L is equal to cross product of R and P, that is vector R cross P. Remember, P cross R എഴുതാൻ പറ്റില്ല. Angular momentum vector L is equal to R vector R cross vector P, where R vector R is the position vector of the particle. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഒറിജിൻ സങ്കല്പിക്കണം. ആ ഒറിജിനിൽ നിന്നുള്ള പൊസിഷൻ വെക്ടർ ആണ്. L is the angular momentum of the particle about the origin. ആ ഒറിജിൻ അബൌട്ട് ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റം ആണ് L. P is the linear momentum of the particle. ലീനിയർ മൊമെന്റത്തിന് അങ്ങനെ ഒറിജിൻ സ്പെസിഫൈഡ് ആയിട്ട് തന്നെ പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള ലീനിയർ മൊമെന്റം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു പാർട്ടിക്കിൾ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ v വെലോസിറ്റി ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിലാണോ ഉള്ളത് ആ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് മൊമെന്റം മെഷർ ചെയ്താൽ യു വിൽ ഗെറ്റ് P is equal to mv. ആ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഏത് പോയിന്റ് നിങ്ങൾ മെഷർ ചെയ്താലും P equal to mv തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ഏതിന് അബൌട്ട് ആയിട്ടാണോ ആംഗുലാർ മൊമെന്റം കാണുന്നത് ആ പോയിന്റ് മാറുന്നതിനനുസരിച്ച് ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റം ആയിരിക്കില്ല ബി എന്ന് പറയുന്ന പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റം ഇൻ ജനറൽ. അതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം ഇനി. L is equal to R cross P എന്നാണ്. നമുക്ക് A cross P എന്ന് പറഞ്ഞാൽ AB sin θ ആണ്. സോ R cross P is equal to RP sin θ. P എന്ന് പറയുന്നത് MV ആണ്. P എന്ന് പറഞ്ഞാൽ MV ആണ്, നമുക്കറിയാം. P equal to MV എന്ന് ഇവിടെ ഉണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ MVR sin θ എന്ന് വരും. സോ ഫോർ എ പോയിന്റ് പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് R, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം ഈസ് MVR and is directed along the axis of rotation. ഇനി ഒരു സിമ്പിൾ കേസ് എടുക്കുകയാണ്. ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് R ആണ്. അപ്പൊ അതിന്റെ ആംഗുലാർ മൊമെന്റം കാണാണ്. അപ്പൊ അവിടെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദാറ്റ് ആംഗുലാർ മൊമെന്റം ഈസ് അബൌട്ട് ദി സെന്റർ. ഏത് പോയിന്റ് അബൌട്ട് ആയിട്ട് എടുത്താലോ കിട്ടും. എന്നാലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ അബൌട്ട് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. സെന്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് L is equal to MVR. കാരണം എന്താണ്? MVR sin θ sin θ. sin θ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടാൻജൻഷ്യൽ ആണ്. R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസും ടാൻജൻഷ്യലായ വെലോസിറ്റി തമ്മിലുള്ള ആംഗിൾ സർക്കുലർ മോഷനിൽ 90 ഡിഗ്രിയാണ്. സോ ആറും വിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ തീറ്റ 90 ഡിഗ്രിയാണ്. സൈൻ 91 ആണ്. സോ ഇക്വേഷൻ വിൽ ബിക്കം L is equal to MVR. ഇത് എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഇക്വേഷൻ ആണ്. L is equal to MVR പല സ്ഥലത്തും. ആംഗുലാർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ റിവോൾവിംഗ് ഇൻ എ സർക്കിൾ അബൌട്ട് ഇറ്റ് സെന്റർ. ഒരു സർക്കിളിൽ റിവോൾവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റം അബൌട്ട് ദി സെന്റർ ഈസ് ഓൾവേസ് L is equal to MVR. അത് ഓർത്തിരിക്കണം. അതിപ്പോ തന്നെ അത് തറവായിട്ട് പഠിച്ചു വെക്കണം. ഈ ഡെഫിനിഷനും ഇതും. ഫോർ എ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ ആവണമെന്നില്ല. ഫോർ എനി പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റം അത് ആ സർക്കുലർ പാത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം L is equal to MVR ആയിരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ ഡയറക്ഷനോ ആ സർക്കുലർ പാത്തിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന സർക്കിളിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഇമാജിനറി ലൈൻ, ദാറ്റ് ഈസ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദിസ് പാർട്ടിക്കിൾ. ആ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ അതേ ഡയറക്ഷനിലായിരിക്കും.
അതേ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് താഴേക്ക് എന്നുള്ള രണ്ട് ചോയ്സ് ഉണ്ട്. അതിൽ ഏതാണ് തീരുമാനിക്കേണ്ടത്? റൈറ്റ് ഹാൻഡ് റൂളാണ്. If the rotation is clockwise, it will be upward. If the rotation is anti-clockwise, it will be downward. ഇതാണ് ആംഗുലാർ മൊമെന്റം. അപ്പൊ ആംഗുലാർ മൊമെന്റം എഴുതുക. ആംഗുലാർ മൊമെന്റത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്. ഇറ്റ് ഈസ് ദി മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. അങ്ങനെയാണ് അതിനെ പറയാ. ഇങ്ങനെ എടുക്കുന്ന ക്വാണ്ടിറ്റീസിനെ മൊമെന്റ് എന്നാ പറയാ. ക്രോസ് പ്രോഡക്റ്റ് വിത്ത് ദി പൊസിഷൻ വെക്ടർ. ആർ വെക്ടറുമായിട്ട് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ അതിനെ നമ്മൾ പറയുന്ന മൊമെന്റ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. നിങ്ങൾ ആർ ക്രോസ് എഫ് എന്നുള്ള ഒരു സാധനം പഠിക്കും, ഫോഴ്സിന്റെ മൊമെന്റ്. സോ ഇറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് കാൾഡ് ടോർക്ക്. ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ആർ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് കണ്ടാൽ ആർ ക്രോസ് എഫ് എന്ന് എഴുതണം. മൊമെന്റ് ഓഫ് എ വെക്ടർ എ എന്ന് കണ്ടാൽ ആർ ക്രോസ് വെക്ടർ എ എന്ന് എഴുതണം. സോ ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പിൾ. that is meant by the word taking moment. Okay. So angular momentum is the moment of linear momentum. It is defined as vector L is equal to vector R cross vector P, where vector L is the angular momentum of a particle about an origin. P is the linear momentum of the particle, where P equal to mv, and vector R is the position vector of the particle. അപ്പോൾ ആ ഒറിജിനിൽ നിന്ന് ഈ പൊസിഷൻ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ഇനി മാഗ്നിറ്റ്യൂഡ്സ് എഴുതിയാൽ L is equal to RP sin theta, MVR sin theta, where theta is the angle between the വെക്ടർ ആർ ആൻഡ് വെക്ടർ പി അല്ലെങ്കിൽ വെക്ടർ വി. പിയും വിയും ഒരേ ഡയറക്ഷനിലായിരിക്കും. ബിക്കോസ് പി ഈക്വൽ ടു എം വി. എം സ്കെയിലർ ആണ്. വിന്റെ അതേ ഡയറക്ഷൻ തന്നെ പിക്കും ഉണ്ടാവും. ഓക്കെ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ക്ലിയർ. ആംഗുലാർ മൊമെന്റം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ആംഗുലാർ മൊമെന്റം is the rotational analogy or rotational analog of linear momentum. Linear momentum P equal to mv എന്നുള്ളതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന റൊട്ടേഷണൽ മോഷനിലെ ക്വാണ്ടിറ്റിയാണ് ആംഗുലാർ മൊമെന്റം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. കണ്ടോ, ഒമേഗ ആക്സിസ് ഓഫ് റൊട്ടേഷനിലാണ്. അതേ ഡയറക്ഷനിലാണ് ആംഗുലാർ മൊമെന്റം വരുന്നത്. ഇത് പാർട്ടിക്കിൾ സർക്കുലർ മോഷനിൽ ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ലീനിയർ വെലോസിറ്റി. ഇത് ആർ. ഈ ആറും ഈ വിയും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഈ ആറ് റേഡിയൽ വെക്ടർ ആണ്, റേഡിയസ് ആണ്. വി ടാൻജന്റ് ആണ്. അപ്പോൾ ആറും വിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ എം വി ആർ സൈൻ തീറ്റയിലെ സൈൻ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചതാണ്. ഒരു സർക്കുലർ മോഷൻ ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ സർക്കുലർ പാത്ത്. ഇത് വരക്കണമെന്നൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഇത്തരം മോഷൻസിലൊക്കെ ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ മൊമെന്റവും ഒരേ ഡയറക്ഷനിലാണ്. നമ്മൾ സാധാരണ ലീനിയർ മോഷൻ എടുത്ത് നോക്കൂ, എപ്പോഴും മൊമെന്റവും വെലോസിറ്റി ഒരേ ഡയറക്ഷനിലാകും. ഇൻ എനി കേസ് അല്ലാത്തൊരു സംഗതി നടക്കൂല. ബിക്കോസ് പി ഇസ് ഈക്വൽ ടു എം വി. എം സ്കെയിലർ ആണ്. അതുകൊണ്ട് വി ഈസ് ഓൾവേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് പി. സിമിലർലി ഇൻ ദി സ്പെഷ്യൽ കേസ് ഒമേഗ ആൻഡ് എൽ ആർ അലോങ് ദി സെയിം ഡയറക്ഷൻ. പക്ഷെ റൊട്ടേഷണൽ മോഷന്റെ ഒരു സവിശേഷത, ഒമേഗയും എല്ലും എല്ലായ്പ്പോഴും സെയിം ഡയറക്ഷനിലാകണമെന്നില്ല. ദാറ്റ് ഈസ് നോട്ട് ഓൾവേസ് ട്രൂ ഫോർ റൊട്ടേഷണൽ മോഷൻ. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. റിജിഡ് ബോഡിയുടെ റൊട്ടേഷൻ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒമേഗയും എല്ലും എപ്പോഴും ഒരേ ഡയറക്ഷനിലാകണമെന്നില്ല. പക്ഷേ കറസ്പോണ്ടിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ലീനിയർ മോഷന്റെ ട്രാൻസ്ലേഷണൽ മോഷന്റെ ആളുകളായിട്ടുള്ള മൊമെന്റവും വെലോസിറ്റിയും, ലീനിയർ മൊമെന്റവും സാധാരണ വെലോസിറ്റിയും എപ്പോഴും ഒരേ ഡയറക്ഷനിലാണ്. നിർബന്ധമാണ്, അങ്ങനെ പറ്റുള്ളൂ. പക്ഷേ റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ കറസ്പോണ്ടിങ് ടേംസ് ആയിട്ടുള്ള ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ മൊമെന്റവും ഒരേ ഡയറക്ഷനിൽ തന്നെ ആവണമെന്നില്ല. ഈ പാർട്ടിക്കിൾസ് സർക്കുലർ പാത്തിലൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലാണ്. റിജിഡ് ബോഡി പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ബോഡീസിന്റെ മോഷൻ പഠിക്കുമ്പോൾ അത് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ വരണമെന്നില്ല. അത് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടാവണം. എല്ലും ഒമേഗയും നോർമലി നമ്മൾ പഠിക്കുന്ന കേസിലൊക്കെ ഒരേ ഡയറക്ഷനിലാണ്. ബട്ട് ഇൻ ജനറൽ ദേ കനോട്ട് ബി അലോങ് ദി സെയിം ഡയറക്ഷൻ. യു കനോട്ട് സേ ദാറ്റ് എൽ ആൻഡ് ഒമേഗ മസ്റ്റ് ബി അലോങ് ദി സെയിം ഡയറക്ഷൻ. But you can say that you can assure that V and P, momentum and velocity, are always along the same direction. That is the difference. അതൊരു വ്യത്യാസമായിട്ട് ഓർത്തിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റിൽ വരാൻ സാധ്യതയുണ്ട്. Now next physical quantity is torque. നമ്മൾ പഠിച്ചത് ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു. ആംഗുലാർ വെലോസിറ്റി പഠിച്ചു, ആംഗുലാർ മൊമെന്റം പഠിച്ചു, ആൻഡ് നൗ കംസ് ടു ടോർക്ക്. Torque, angular velocity, angular acceleration, linear angular momentum, and now comes the torque. Torque denoted by the letter tau ആണ്. Again it is a vector. Torque is also a vector. Torque എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ moment of force എന്ന് പറയും. About a point is a measure of the turning effect of the force. ആദ്യം അത് മനസ്സിലാക്കുക. Torque എന്ന് എഴുതിയിട്ട് താഴെ ആദ്യം എഴുതുക. The torque or moment of force about a point is a measure of the turning effect of the force about that point. ഫസ്റ്റ് സെന്റൻസ് തന്നെ ഒന്ന് തറവായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഫോഴ്സിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ടോർക്ക് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാം. ഫോഴ്സ് ഇല്ലെങ്കിൽ ടോർക്ക് ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഫോഴ്സും
ഫോഴ്സും ടോർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ, നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യിക്കാൻ, നേരെയുള്ള ട്രാൻസ്ലേഷണൽ മോഷന് ആണ് ടോർക്ക് ഫോഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. പക്ഷെ ഫോഴ്സിന്റെ ഫലമായിട്ട് റൊട്ടേഷനും നടക്കും, പാർട്ടികളുടെ റൊട്ടേഷനും സർക്കുലർ മോഷനും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഒരു ഫോഴ്സിന് എത്രത്തോളം ഒരു പാർട്ടിക്കിളിനെ ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു അളവാണ് ടോർക്ക്. അപ്പൊ ഫോഴ്സിൽ നിന്ന് ആ ഫോഴ്സിന് ഒരു പാർട്ടിക്കിളിനെ ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട്, പാർട്ടിക്കിൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഫോഴ്സ് മൂലം എത്രത്തോളം ആ പാർട്ടിക്കിളിനെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് റൊട്ടേഷണൽ മോഷൻ നടത്താൻ സാധ്യമാണ് ആ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് എന്നുള്ളത് അളന്നെടുക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. സോ ടോർക്ക് ഈസ് ഇറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലേക്ക് വരണം. ആർ ക്രോസ് എഫ്, ഫോഴ്സിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് എ പോയിന്റ് and it is a measure of the turning effect of the force. ഫോഴ്സിന് എത്രത്തോളം തിരിക്കാൻ പറ്റും ആ പോയിന്റ്, ആ പാർട്ടിക്കിളിനെ about that point, ആ പോയിന്റ് about ആയിട്ട്. ഇതാണ് ടോർക്ക്. again that definition should be very important. ചിലപ്പോൾ ചോദിക്കാം ടോർക്ക് ഡിഫൈൻ ചെയ്യാൻ, മറ്റൊന്നും അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറില്ല, പക്ഷെ ടോർക്ക് പലപ്പോഴും ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ടോർക്ക് ഡിഫൈൻ ചെയ്യാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എന്താണെന്ന് പറയാം. So torque or moment of force about a point is a measure of the turning effect of the force about that point. ഇത്ര എഴുതിയാൽ മതി. ഇനി ഇതിന്റെ ഇക്വേഷൻ എഴുതിയാൽ, ഇക്വേഷൻ ഇതാണ്, ടോ ഇസ് ഈക്വൽ ടു ആർ വെക്ടർ ആർ ക്രോസ് എഫ്. ഇക്വേഷൻ എഴുതിയാൽ ആ ഒരു മാർക്ക് ചോദ്യത്തിനുള്ള ഉത്തരമായി. സോ ടോ ഇസ് ഈക്വൽ ടു വെക്ടർ ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഇത് ടോ എന്നാണ് വായിക്കുക. ടി എന്നിട്ടിട്ട് അതിനൊക്കെ ഒരു വളവ് കൊടുക്കുക, അതാണ് ഈ ടോ. ചെറിയൊരു ടി ഇടുക, ദാറ്റ് ഈസ് ടോ. അല്ലെങ്കിൽ സി ഇട്ടിട്ട് അതിന്റെ ഒരു സി ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് സിയുടെ കർവ് മാറ്റാതെ മുകളിൽ ഒരു ടി ആക്കി മാറ്റുന്നത് എങ്ങനെയാ നിങ്ങൾ എഴുതാം. സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ ക്രോസ് വെക്ടർ എഫ്. അതിന്റെ ഫിസിക്കൽ മീനിങ് ഇതാണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ്. ഏത് പോയിന്റ് അബൌട്ട് ആയിട്ടാണോ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ ടോർക്ക് കാണുന്നത് ആ പോയിന്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഈസ് മെഷേർഡ് ആസ്, എഴുതിക്കോളൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഈസ് മെഷേർഡ് ആസ് or is measured as എന്നുള്ള സാധനമൊക്കെ വേണം ഒഴിവാക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് ആൻഡ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഇതാണ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഗുണിക്കണം ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് ആൻഡ് ദി പോയിന്റ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ദിസ് ഈസ് എ പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിളിൽ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എം മാസുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. ഇതിൽ എഫ് എന്ന് പറയുന്ന ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദി ടോർക്ക് ഓഫ് ദിസ് ഫോഴ്സ് അബൌട്ട് ദി പോയിന്റ് ഒ. ഒ എന്ന് പറയുന്ന ഈ പോയിന്റ് അബൌട്ട് ആയിട്ട് ഈ പാർട്ടിക്കിളിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഈ ഫോഴ്സിന് എത്രത്തോളം കഴിവുണ്ട് എന്ന് പരിശോധിക്കാൻ അതിന്റെ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എനിക്ക്. അപ്പൊ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആർ ഈസ് ദി പൊസിഷൻ വെക്ടർ. ഇതാണ് ഒറിജിൻ ആയിട്ട് ഞാൻ സങ്കല്പിക്കുന്നത്. ഏത് പോയിന്റ് ആണോ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റ് ഞാൻ ഒറിജിൻ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദിസ് ആർ ഈസ് ദി പൊസിഷൻ വെക്ടർ. അപ്പൊ ആർ ക്രോസ് എഫ് കണ്ടാൽ ദാറ്റ് ഈസ് ദി ടോർക്ക്. ആർ ക്രോസ് എഫ് കണ്ടാൽ ദാറ്റ് ഈസ് ദി ടോർക്ക്. അപ്പൊ ആർ ക്രോസ് എഫ് കാണണമെങ്കിൽ ആർ ഇൻറ്റു എഫിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ എന്ന് കാണണം. അപ്പൊ ആർ എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ നീട്ടി വരച്ചാൽ ഡോട്ടിട്ട് വരച്ചാൽ ഇങ്ങോട്ടാണ്. അപ്പൊ ആറിന്റെ ഡയറക്ഷനും എഫിന്റെ ഡയറക്ഷനും തമ്മിലുള്ള സ്മാളർ ആംഗിൾ ദാറ്റ് ഈസ് തീറ്റ. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് ഈസ് തീറ്റ എന്ന് കിട്ടി. ആ തീറ്റയാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ഈ ആംഗിൾ അല്ല തീറ്റ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദി ആംഗിൾ. അത് പ്രത്യേകം മനസ്സിലാക്കണം. ആറിന്റെ ഡയറക്ഷനിൽ നിന്നും എഫിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. സോ ദാറ്റ് ഈസ് തീറ്റ. അപ്പൊ തീറ്റ മെഷർ ചെയ്ത് തീറ്റ കിട്ടി. അപ്പൊ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ ലെങ്ത് ഇൻറ്റു എഫിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ ലെങ്ത് ഇൻറ്റു തീറ്റ ചെയ്താൽ ആൻസർ കിട്ടും, മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എഫിന്റെ ഡയറക്ഷൻ ആണ്. ഇതിലിപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആറിൽ നിന്നും എഫിലേക്ക്, സോ ആറിന്റെ ഡയറക്ഷനിൽ നിന്ന് എഫിലേക്ക് ഇങ്ങനെ സ്ക്രൂ തിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ സ്ക്രീനിൽ നിന്നും ടുവാർഡ്സ് മീ, സ്ക്രീനിൽ നിന്നും ടുവാർഡ്സ് യു, അതാണ് ഡയറക്ഷൻ ഓഫ് ടോർക്ക്. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടോർക്ക് ഈസ് ദി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് ടോർക്കിന്റെ ഡെഫിനേഷൻ. ഒരു ഡെഫിനേഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടോർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആര് തമ്മിലുള്ള ഡിസ്റ്റൻസ്? ഈ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഞാൻ ഇങ്ങനെ നീട്ടി വരക്കാണ്. അപ്പൊ ഈ ലൈനിലേക്ക് ഓയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാം. ഓയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഓയിൽ നിന്നൊരു ലൈൻ വരക്കണം. അതിവിടെ മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലായിരിക്കും.
That is means the perpendicular distance. അല്ലെങ്കിൽ ഈ ലൈനിൽ നിന്ന് ഓയിലേക്ക് ഒരു perpendicular ഡ്രോപ്പ് ചെയ്യാം. So this is that perpendicular. ON is the perpendicular distance between the line of action or direction of the force or line of action of the force. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ അങ്ങനെ തന്നെ പറയണം. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഫോഴ്സിന്റെ വെക്ടറിലൂടെ വരച്ച ലൈൻ. സോ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും ടോർക്ക് കാണേണ്ട പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ON. അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ ടോർക്കിന് എങ്ങനെ ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആർ എഫ് സൈൻ തീറ്റ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയാണ് ടോർക്ക് എന്ന് പറയുന്നത് മെഷർ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ എന്നുള്ള രീതിയിൽ മെഷർ ചെയ്താൽ അതാണ് ടോർക്ക്. അപ്പൊ ഈ പറഞ്ഞ ഡെഫിനിഷൻ ആർ എഫ് സൈൻ തീറ്റയും ഈ പറഞ്ഞ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഒന്നായിട്ട് വരണം. അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ON എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ON എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ഈ ട്രയാംഗിൾ കാണിച്ചത് 90 ഡിഗ്രി ആണല്ലോ. ബിക്കോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത പെർപെൻഡിക്കുലർ ആണ്. ON എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ടു ദി പോയിന്റ് O. അപ്പോ ശ്രദ്ധിക്കുക, ഈ ലൈൻ ഇത് വരക്കുമ്പോൾ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യേണ്ടത് ഈ ലൈനിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഇതിൽ മീറ്റ് ചെയ്യിക്കല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പെർപെൻഡിക്കുലർ വരക്കേണ്ടത്. ദാറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ON ഇസ് ഈക്വൽ ടു ഈ ചിത്രം നോക്കിയാൽ ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. ഈ ട്രയാംഗിളിൽ നിന്ന് ആർ സൈൻ തീറ്റ ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് ON, ഹൈപ്പോട്ടന്യൂസ് ഈസ് ദിസ് വെക്ടർ ആർ. സോ ON ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പോ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ON ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ആർ സൈൻ തീറ്റ, ദാറ്റ് ഈസ് ആർ എഫ് സൈൻ തീറ്റ. അപ്പൊ ഈ ആൻസർ ആയി. സോ ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ഈ ഇൻറ്റു ഇട്ടത് ക്രോസ് പ്രോഡക്റ്റ് അല്ല, ഇത് ഇൻറ്റു എന്നുള്ള ചിഹ്നമാണ്. അത് വെക്ടർ അല്ലല്ലോ, അപ്പൊ ഇൻറ്റു ഗുണിക്കാനുള്ള ചിഹ്നം. So F into ON is equal to F into R sin theta, that is tau is equal to RF sin. So thus torque, it can be shown that this statement is true. Torque is magnitude of torque is force into perpendicular distance. അപ്പോഴും മനസ്സിലുണ്ടാവും, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ. ഇതാണ് പലപ്പോഴും പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ഉപകരിക്കുക. ഇതിനെക്കാളും ടോ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആര് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, എങ്ങനെയാണ് അത് എടുക്കേണ്ടത് എന്നുള്ളത് ഈ ചിത്രം മനസ്സിലുണ്ടായിരിക്കണം. സോ ഇത് മൊത്തം നിങ്ങളുടെ നോട്ടിൽ വരണം. ഓക്കെ, എം എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആണ്, അതിൽ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. എനിക്ക് O എന്ന് പറയുന്ന ഒരു പോയിന്റ് അബൌട്ട് ആയിട്ട് ഈ ഫോഴ്സിന്റെ ടോർക്ക് കാണണം. അപ്പോൾ ഞാൻ ഓയിൽ നിന്നും ഇങ്ങോട്ടൊരു വെക്ടർ വരച്ചു, ഓനെ ഒറിജിൻ ആയിട്ട് സങ്കല്പിച്ചു. അപ്പൊ ഇത് പൊസിഷൻ വെക്ടർ ആർ ആണ്. അപ്പൊ ആർ ക്രോസ് എഫ് ആണ് ശരിക്കും ടോർക്ക് എന്ന് പറഞ്ഞത്. ഇനി അതിന് നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെ നീട്ടി വെക്കുക. എന്നിട്ട് ആ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സിൽ നിന്നും ഒരു 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചിട്ട് അത് ഓയിൽ മീറ്റ് ചെയ്യണം. എവിടുന്ന് വരക്കാം, എവിടുന്ന് 90 ഡിഗ്രി വരച്ചാലാണോ ഓയിൽ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നോക്കുക. ആ ലൈൻ വരക്കുക. ആ ലൈനിന്റെ ലെങ്ത് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ്, ദാറ്റ് വിൽ ഗിവ് യു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടോർക്ക്. ഡയറക്ഷൻ ഓഫ് ദി ടോർക്ക് കാണണമെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ഒക്കെ ഉപയോഗിക്കണം. ആറും എഫും തമ്മിലുള്ള സ്ക്രൂ റൂളൊക്കെ വെച്ചിട്ട് ഡയറക്ഷൻ കാണാം. അവിടെ ഇപ്പോൾ ഡയറക്ഷൻ ഈ സ്ക്രീനിന്റെ പ്ലെയിനിൽ നിന്നും ടുവാർഡ്സ് ദി ഒബ്സർവർ, നമ്മൾ വാച്ച് ചെയ്യുന്ന നമ്മളിലേക്കാണ്. കഴിഞ്ഞു പോരാണ് സ്ക്രൂ ചെയ്യുക, ആർ എഫിലേക്ക് തിരിച്ചാൽ. സോ ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ മാഗ്നിറ്റ്യൂഡ് ആൻഡ് വെക്ടർ ഫോം ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. രണ്ടും ഓർത്തിരിക്കണം. ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ ധാരാളം ആവശ്യമുള്ളതാണ് ടോർക്കും ആംഗുലാർ മൊമെന്റും ഒക്കെ. അപ്പോൾ അതൊക്കെ തറവായിട്ട് പഠിച്ചു പോവുക, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അതിനോട് ബാക്കിയുള്ളതൊക്കെ മനസ്സിലാവാത്ത അവസ്ഥ വരും, ബേസിക് കൺസെപ്റ്റുകൾ അറിയാതിരുന്നാൽ. Okay. So that is about torque. So we defined almost all the important quantities for study of the rotational motion, that is angular velocity, angular acceleration, angular momentum, torque. Now torque is maximum when vector R and F are perpendicular. Theta 90 degree ആകുമ്പോഴാണ് ടോർക്കിന് മാക്സിമം കിട്ടുക. And is 0 when they are parallel or opposite. Theta 0 ആകുമ്പോൾ അല്ലെങ്കിൽ തീറ്റ 180. തീറ്റ 0 അല്ലെങ്കിൽ പാരലൽ എന്ന് പറഞ്ഞാൽ തീറ്റ 0, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ തീറ്റ 180. രണ്ട് കേസിലും ടോർക്ക് 0 ആണ്. ഇവിടെ തീറ്റ 0 എന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ,
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടോർക്കിന്റെയും വർക്കിന്റെയും അല്ലെങ്കിൽ എനർജി, വർക്കും എനർജി ഒരേ ആളുകളാണ്, നമുക്കറിയാം, അത് പഠിച്ചല്ലോ. വർക്ക് എനർജി എന്നുള്ള പാഠം പഠിച്ചപ്പോൾ അത് മനസ്സിലായിട്ടാണ്. വർക്ക് ഈസ് നോട്ട് ഡിഫറെന്റ് ഫ്രം എനർജി. അപ്പോൾ ടോർക്കിന്റെയും വർക്കിന്റെ അല്ലെങ്കിൽ എനർജിന്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. നിങ്ങൾ ഡയമെൻഷണൽ ഫോർമുല കണ്ടു നോക്കണം. ഡയമെൻഷണൽ ഫോർമുല ഇവിടെ ഉണ്ട്. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. കാരണം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ആർ ഇൻറ്റു എഫ് ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റയ്ക്ക് യൂണിറ്റ് ഇല്ല. ആർ ഇൻറ്റു എഫിന്റെ യൂണിറ്റ് ആണ് വരിക. ആറിൻ്റെത് മീറ്റർ, എഫിന്റെ ന്യൂട്ടൺ, സോ ഇറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ. ആൻഡ് ദി ഡയമെൻഷണൽ ഫോർമുല ഈസ് ml സ്ക്വയർ ടി റേസ് ടു -2. ഇത് തന്നെയാണ് എനർജിയുടെയും വർക്കിന്റെയും ഡയമെൻഷണൽ ഫോർമുലയൊക്കെ ഇത് തന്നെയാണ്. അപ്പൊ ടോർക്കും എനർജിയും അല്ലെങ്കിൽ ടോർക്കും വർക്കും ആർ പെയേഴ്സ് ഓഫ് സെയിം ഡയമെൻഷൻസ്. ഓക്കെ, ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. വർക്കും എനർജിയും അത്ര ഡിഫറെന്റ് എന്ന് പറയാൻ പറ്റില്ല. But energy and torque are very different. So they are different physical quantities having same dimension. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡേ ടു ഡേ ലൈഫിൽ അപ്ലിക്കേഷൻ ആണ് എഴുതിയത്. നിങ്ങൾക്ക് നോട്ടിൽ എഴുതാം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ഡോർ ഹാൻഡിൽസ് ആർ ഫിക്സഡ് നിയർ ഫ്രീ എഡ്ജ് ദാറ്റ് ഈസ് അവേ ഫ്രം ദി ഹിഞ്ചസ് ഓഫ് ദി ഡോർ. എന്തിനാണ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഡോറിലെ ഹാൻഡിൽ വെക്കുമ്പോൾ, നമുക്ക് തുറക്കാനും അടക്കാനുള്ള ഹാൻഡിൽ വെക്കുമ്പോൾ ഒരിക്കലും അത് ആ വിജാവിരി ഫിറ്റ് ചെയ്യുന്ന ആ എൻഡിൽ അതിന്റെ അടുത്ത് കൊണ്ടുപോയോ അല്ലെങ്കിൽ ഡോറിന്റെ മിഡിലോ ഒന്നും ആരും വെക്കാറില്ല. എല്ലാവരും ആശാരിമാർക്ക് അത് ഫിറ്റ് ചെയ്യുക എവിടെയാണ്? ഡോറിന്റെ എഡ്ജിലാണ്, ഇപ്പുറത്തെ ഫ്രീ ആയിട്ടുള്ള എഡ്ജിലാണ്. ആ വക്കത്ത് കൊണ്ടുപോയിട്ടാണ് വെക്കുക. അതെന്താ അങ്ങനെ വെക്കുന്നത്? അവർ ഫിസിക്സ് ഒക്കെ പഠിച്ച് പ്രിൻസിപ്പിൾ ഒന്നും അപ്ലൈ ചെയ്തിട്ടല്ല. അങ്ങനെയാണ്. അങ്ങനെ വെച്ചാലാണ് ഈ ഡോർ ഈസി ആയിട്ട് തുറക്കാനും അടക്കാനും കഴിയുള്ളൂ എന്ന് അവർക്ക് അറിയാം, നമുക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. വൈ ഇറ്റ് ഈസ് സോ? ഡോറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാണ് നമ്മൾ ഡോർ തുറക്കും അടക്കും ചെയ്യുന്നത്. അപ്പൊ റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൽ നിന്നും ടോർക്ക് പരമാവധി എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പൊ ഒരു ഗിവൺ ഫോഴ്സിൽ നിന്ന് പരമാവധി ടോർക്ക് കിട്ടണമെങ്കിൽ ഒന്ന് നമുക്ക് ഫോഴ്സും ടോർക്കും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആക്കണം. അത് എവിടെ വെച്ചാൽ നമുക്ക് 90 ഡിഗ്രിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തത്, ഏതിന് അബൌട്ട് ആയിട്ടാണോ ഇതിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത് അവിടെ നിന്നും ഈ ഫോഴ്സിലേക്കുള്ള ദൂരം കൂടുതൽ കൊടുക്കണം. 6 കൂട്ടണം. 6 കൂട്ടുക, തീറ്റ കൂട്ടുക എന്നുള്ളത്. തീറ്റ 90 ഡിഗ്രി വരെ വർദ്ധിപ്പിക്കാം, അത് പ്രശ്നമല്ല. പിന്നെ നമുക്ക് ടോർക്ക് വർദ്ധിപ്പിക്കണമെങ്കിലുള്ള വഴി ഓൺലി ടു ഇൻക്രീസ് ദി റേഡിയസ് വെക്ടർ ആർ, ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഡോർ ഹാൻഡിൽസ് ആർ ഫിക്സഡ് നിയർ ഫ്രീ എഡ്ജ് ഓഫ് ദി ഡോർ to increase the perpendicular distance r for obtaining maximum torque from the applied force so that door can be easily rotated. ഡോർ തുറക്കുക അടക്കുക എന്നൊക്കെ പറയുന്നത് ഡോറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. അവർ ഡോറിനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൽ നിന്ന് മാക്സിമം ടോർക്ക് കിട്ടണം. ഫോർ ദാറ്റ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് should be the maximum and it is possible only if the handles are at the free edges. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ഡെയിലി ലൈഫിൽ നിന്നുള്ള ആപ്ലിക്കേഷനാണ്. നമുക്ക് അറിയാവുന്ന ഒരു അനുഭവമാണ്. ടോർക്കിന്റെ എഫക്ട്, ടോർക്കിന്റെ ഫിസിക്കൽ ഇമ്പോർട്ടൻസ് ചെക്ക് ചെയ്ത് നോക്കാൻ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഡോറ് ആ വിജാവിരിന്റെ അടുത്തുള്ള പോയിന്റിൽ പോയിട്ട് മെല്ലെ അങ്ങനെ ഒരു വിരലുകൊണ്ട് തള്ളി നോക്കുക. അത് തുറക്കണമെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. അതേസമയം എൻഡിൽ വന്നിട്ട് തള്ളിയാൽ അതേ ഫോഴ്സ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡോർ തുറക്കാനും പറ്റും, ഡോർ മൂവ് ചെയ്യാം. നമുക്ക് എപ്പോഴും ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെയാണ് ഈ ടോർക്കിന്റെ ഫിസിക്കലി ആ ടോർക്ക് എന്നുള്ള ആശയം അങ്ങോട്ട് വെളിവാകുക. ചെക്ക് ഇറ്റ്. ഓക്കെ, അതേപോലെ മറ്റ് പല സംഗതികളും ഡേ ടു ഡേ ലൈഫിൽ ടോർക്ക് വെച്ചിട്ട് ചോദിച്ചേക്കാം. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ വന്നാൽ ഈ ഒരു മൈൻഡ് വരണം നിങ്ങൾക്ക്. ടോർക്ക് കൂട്ടാനായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എഴുതിയല്ലോ. Then the moment of inertia, that is very very important. Another quantity which is of very importance in rotational motion is moment of inertia. Moment of inertia എപ്പോഴും പറയും ഒരു ഒബ്ജക്റ്റിന്റെ moment of inertia about an axis ആണ്. ആംഗുലാർ മൊമെന്റവും ടോർക്കും ഒക്കെ നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുക about a point ആണ്. Then what is moment of inertia? അതാണ് അടുത്ത ഹെഡ്. Right, moment of inertia as your head. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. So moment of inertia. Moment of inertia is a measure of the rotational inertia of a rigid body. ഒന്നാമത്തെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ബോഡിയുടെ സാധാരണ ട്രാൻസ്ലേഷണൽ മോഷനിലുള്ള ഇനേർഷ്യ എന്ന് പറയുന്നത് അതിന്റെ മാസിന് പ്രൊപ്പോർഷനിലാണ്. സോ മാസ്, ഓർഡിനറി മാസ് ഈസ് എ മെഷർ ഓഫ് ദി ഇനേർഷ്യ ഓഫ് ദി ബോഡി ഫോർ മോഷൻ എന്ന് നമ്മൾ പറയും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാസ് കൂടിയ ആളെ വെലോസിറ്റി, ഒരു ഗിവൺ വെലോസിറ്റി മാസ് കൂടിയ ആൾക്കും മാസ് കുറഞ്ഞ ആൾക്കും കിട്ടണമെങ്കിൽ മാസ് കൂടിയ ആളിൽ കൂടുതൽ ബലം ചെലുത്തണം, കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാസ് ഈസ് എ മെഷർ ഓഫ് ഇനേർഷ്യ. നന്നായി തള്ളിയാലേ തടിയുള്ള ആൾ പോവുള്ളൂ, പോകാൻ ഭയങ്കര മടിയാക്കുക. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ മാസ് ഈസ് എ മെഷർ ഓഫ് ഇനേർഷ്യ. സിമിലർലി മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഇനേർഷ്യ ഫോർ റൊട്ടേഷൻ അബൌട്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് ഒരു വസ്തുവിനെ, ഒരു ബോഡിയെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ, എല്ലാ ആക്സിസിന് അബൌട്ട് ആയിട്ടും എല്ലാ ബോഡിനെയും റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഒരേ ടോർക്ക് അപ്ലൈ ചെയ്താൽ പോരാ, ഒരേ ടോർക്ക് അപ്ലൈ ചെയ്താൽ മതിയാവില്ല, ഒരേപോലെ റൊട്ടേറ്റ് ചെയ്യണം. സോ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ ഓർ ഇനേർഷ്യ ഫോർ റൊട്ടേഷൻ അബൌട്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനുള്ള ഇനേർഷ്യയുടെ ഒരു അളവാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇറ്റ് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഫോർ മാസ്. റൊട്ടേഷണൽ മോഷൻ പഠിക്കുമ്പോൾ മാസിന്റെ സ്ഥാനത്ത് വരുന്ന ആളാണ് ആര്? പല കേസിലും, എല്ലാ കേസിലുള്ള പല കേസിലും മാസിന്റെ അതേ സ്ഥാനത്ത്, ലീനിയർ മോഷൻ പഠിക്കുമ്പോൾ മാസിന്റെ അതേ സ്ഥാനത്ത് വരുന്ന, റിജിഡ് ബോഡിയുടെ റൊട്ടേഷൻ പഠിക്കുമ്പോൾ അതേ സ്ഥാനത്ത് വരുന്ന ആളാണ് ഇത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇനി അതിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഒന്നാമത്തേത് നിങ്ങൾ എഴുതി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇറ്റ് ഈസ് റൊട്ടേഷണൽ ഇനേർഷ്യ, മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറഞ്ഞു. അതെന്താന്ന് പറഞ്ഞു? റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കാൻ ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഒബ്ജക്റ്റില് ഉള്ള ഇനേർഷ്യ, അതിനുള്ള മടി. രണ്ടാമത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. സാധാരണ മാസിന്റെ സ്ഥാനത്ത് റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ടേമാണ്, ഉപയോഗിക്കേണ്ട ആളാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു. ഇനി അതിനെ ഡിഫൈൻ ചെയ്യാൻ പോണേ എങ്ങനെയാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി, റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് ഇസ് ഡിഫൈൻഡ് യൂസിങ് ദി റിലേഷൻ. ഈ ഇക്വേഷൻ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഡെഫിനിഷൻ. സോ m1 r1 p square plus m2 r2 p square plus m3 r3 p square plus mn rn p square. അപ്പൊ ഞാൻ പറഞ്ഞു റിജിഡ് ബോഡിയൊക്കെ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് കാണാം. അപ്പൊ നമ്മുടെ റിജിഡ് ബോഡിയിൽ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, n be the large number of particles. അപ്പൊ m1 m2 m3 so m1 m2 m3 etc mn are the masses of individual particles of the rigid body. r1p ഇവിടെ r1 വരണേ, സോറി, r1p r2p rnp etc are the perpendicular distances from axis of rotation to masses m1 m2 m3. അതിലൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇതൊരു റിജിഡ് ബോഡിയാണ്. ഇത് വരക്കണമെന്നില്ല, ഇത് വരച്ച് എടുക്കാറാവൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എടുത്താണ്. ഈ റിജിഡ് ബോഡിയിൽ ഒരു ചെറിയ മാസ് പാർട്ടിക്കിൾ ആണ് ഇവിടെ ഉള്ളത്. അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണിത്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് r1p. ഇത് m1 ആണെങ്കിൽ r1p എന്ന് പറയുന്നത് ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ m1p റൊട്ടേഷൻ ആക്സിസിൽ നിന്നുമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് r1p എന്ന് പറയുന്നത്. അതാണ് ഈ p കൊടുക്കാൻ കാരണം. r2p എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ വേറെ പാർട്ടിക്കിൾ ഇവിടെ എവിടെയെങ്കിലും സങ്കല്പിച്ചാൽ ആ പാർട്ടിക്കിളിലേക്ക് ഈ റൊട്ടേഷണൽ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. So these r's, small r's, indicate the perpendicular. Remember that word is very important. Perpendicular distance from the axis of rotation to the particle under consideration. നമ്മൾ ഓരോ പാർട്ടിക്കിളിനായിട്ട് എടുക്കും, എന്നിട്ട് അവയുടെ mr² കാണും. m എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ മാസ്, r എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്, എന്നിട്ട് അതിനെ സം ചെയ്യും. ഈ സിഗ്മ എന്ന് പറയുന്ന നൊട്ടേഷൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കുക, ദിസ് ഈസ് കാൾഡ് ക്യാപിറ്റൽ സിഗ്മ, വലിയ സിഗ്മയാണ്. സിഗ്മ എന്നാണ് പറയാം. സിഗ്മ മാത്സിലും ഫിസിക്സിലും ഒക്കെ നമ്മൾ എപ്പോഴും ഇത് സമ്മേഷനെ സം ചെയ്യാൻ, ഒരുപാട് ടേമിനെ ആഡ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറെ പ്ലസ് ഇട്ട് എഴുതുന്നത് ലഘൂകരിക്കാൻ വേണ്ടി, എഴുത്ത് ഈസിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സിമ്പലാണ്. അപ്പൊ സിഗ്മ i ഈക്വൽ ടു 1 to n mi ri p² എന്ന് പറഞ്ഞാൽ ഈ ഐക്ക് ആദ്യം 1 കൊടുക്കണം, എന്നിട്ട് അപ്പൊ ഫസ്റ്റ് ടേം കിട്ടും, എന്നിട്ട് ഐക്ക് 2 കൊടുക്കണം, അപ്പൊ സെക്കൻഡ് ടേം കിട്ടും, ഐക്ക് 3 കൊടുക്കണം, അങ്ങനെ ഐക്ക് n വരെ കൊടുക്കുമ്പോൾ ഓരോ ടേം ആയിട്ട് കിട്ടും. അതിനെല്ലാം കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇവിടെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ എന്താണോ അതിൽ എവിടെയാണോ ഈ ഇൻഡെക്സ് എന്നാണ് ഇതിനെ പറയുക, ഈ ഇൻഡെക്സ് i വരുന്നത്, അവിടെ ആദ്യം 1 കൊടുക്കണം. ഇവിടെ എത്ര 1 മുതൽ n വരെ എന്ന് എഴുതിയാൽ, 1 മുതൽ 3 വരെ എഴുതിയാൽ m1 r1 പ്ലസ് r1p² പ്ലസ് m2 r2p² പ്ലസ് m3 r3p² ആണ് അതിന്റെ അർത്ഥം. ഇവിടെ സിഗ്മ i ഈക്വൽ ടു 1 to n x സഫിക്സ് i എന്ന് എഴുതി. ഒരു ഉദാഹരണം പറയാണ്, സിഗ്മ i ഈക്വൽ ടു 1 to n x i എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം 1 x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xn. ഇനി സിഗ്മ i ഈക്വൽ ടു 1 to n i എന്ന് മാത്രം എഴുതി. അതിന്റെ അർത്ഥം എന്താ? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര n, ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതാണ് സിഗ്മ i ഈക്വൽ ടു 1 to n i എന്ന് എഴുതിയാൽ അർത്ഥമാക്കുന്നത്. എന്നതുപോലെയാണ് സിഗ്മ. ഇനി സിഗ്മ കാരണം ധാരാളം വരും. ഈ നൊട്ടേഷൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കും, കാരണം ഇതിങ്ങനെ സം ചെയ്ത് എഴുതാൻ പ്രയാസമായിരുന്നു. സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനിഷനിലും ഞാനത് ഉപയോഗിക്കാതിരുന്നതാണ്, വേണ്ടെന്ന് കരുതി. അല്ല, ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് കരുതി. പക്ഷെ അതില്ലാതെ കഴിയില്ല, അത് മാത്രം എഴുതണം. സോ
സോ സിഗ്മ നൊട്ടേഷൻ മനസ്സിലാക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ മാത്സിൽ, എനിക്കറിയില്ല, പ്രോഗ്രഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ ഓഫ് സീരീസസ് ഒക്കെ മാത്സിൽ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇത് വളരെ ആവശ്യം വരും. സിഗ്മ ഇട്ടിട്ടാണ് എഴുതുക. സിഗ്മ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ പോലെ വലിയൊരു ഓപ്പറേഷൻ ഒന്നും അല്ല, ഇടങ്ങേറുള്ള സംഗതിയല്ല, എഴുത്ത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത. സോ MI/RI/P² എന്ന് എഴുതിയാൽ ഇറ്റ് ഈസ് M1R1P² പ്ലസ് M2R2P² പ്ലസ് എക്സെട്ര ഏതുവരെ പോകണം, MNRN/P². ഓക്കെ, അപ്പൊ ഇതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത്രയും നോട്ടിൽ പെട്ടെന്ന് പകർത്താം. ഈ ചിത്രം വേണമെന്നില്ല, നിങ്ങൾക്ക് വെറുതെ റഫ് ആയിട്ട് ഒരു റഫ് ഫിഗർ ആയിട്ട് വരച്ചു വെക്കുന്നതിന് കുഴപ്പമില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ R1P R2P ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. P എന്ന് ഉദ്ദേശിക്കുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 1 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ, ഫസ്റ്റ് പാർട്ടിക്കിൾ. നമ്മൾ ഒരുപാട് പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റാം, ഒരു പാർട്ടിക്കിൾ എടുക്കുക, അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിന്റെ മാസ് M1, സോ M1R1P². സോ ഇൻഫാക്ട് ഇക്വേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് നത്തിങ് ബട്ട് എ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി സംവാട്ട്, കറക്റ്റ് വെയ്റ്റഡ് ആവറേജ് അല്ല, ഓഫ് ദി മാസ്. ആക്സിസിന് അബൌട്ട് ആയിട്ട് മാസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെ തന്നെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് ആക്സിസ് ഇൻഡിക്കേറ്റ്സ്. ആക്സിസിൽ നിന്ന് മാസ് വളരെ അകലത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. ആക്സിസിനോട് ചേർന്നാണ് ബോഡിയുടെ മാസ് കൂടുതലും ഉള്ളത് എങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും. കാരണം ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു MR² ആണ്. MR² ആയിട്ടാണ് അതിന് ബന്ധമുള്ളത്. M മാസാണ്, R അതിന്റെ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ റൊട്ടേഷൻ ആക്സിസിൽ നിന്ന് മാസ് വളരെ അകലത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടുള്ളത്. മാസ് അകലത്തിലായിരിക്കുമ്പോൾ ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദാറ്റ് റൊട്ടേഷൻ ആക്സിസ് ഈസ് ഹയർ. ആ മാസ് അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ റൊട്ടേഷണൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് ബോഡി അബൌട്ട് ദി റൊട്ടേഷൻ ആക്സിസ് ഈസ് ലോവർ. അത് ആ ഒരു ഐഡിയ എപ്പോഴും ആവശ്യം വരും. അത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ആവശ്യമാണ്. എന്താണ് ഞാൻ പറഞ്ഞത്, റിജിഡ് ബോഡിയിൽ റൊട്ടേഷൻ ആക്സിസ് നിങ്ങൾ സങ്കല്പിച്ചാൽ ആ ആക്സിസിൽ നിന്ന് മാസ് തോന മാസം അകലേക്കാണ് നീങ്ങുന്നത്, അല്ലെങ്കിൽ അകലത്തിലാണുള്ളത് എങ്കിൽ റൊട്ടേഷൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആക്സിസിനോട് ചേർന്നാണ് മാസ് കൂടുതലുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ മാസം ആക്സിസിലേക്ക് അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവുമായിരിക്കും. ഓക്കെ, ദാറ്റ് കൺസെപ്റ്റ് ഷുഡ് ബി നെസസറി. മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇതിന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ തിയറംസിന്റെ അതൊക്കെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും അതിൽ നിന്നുള്ള തിയറംസുമാണ്. അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചോദിക്കാറാണ് സെന്റർ ഓഫ് മാസ്, പിന്നെ കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെയാണ് പിന്നെ കൂടുതൽ ചോദിക്കാറ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഇത് ഈ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ടേബിൾ ആണ്, ഇതിന് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത്രയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫ്രണ്ട് ഒബ്ജക്ട്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാനില്ല. ചിലത് സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്യാം, ചിലത് റിങ്ങിന്റെ ഒക്കെ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാം, ചിലത് ഇന്റഗ്രേഷൻ മെത്തേഡ് ഒക്കെ ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾക്ക് അതില്ല. അപ്പോൾ റിങ്ങിന്റെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇതിൽ വെച്ചിട്ട് പഠിക്കുന്ന വേണം. കാരണം പ്രോബ്ലം ചോദിക്കും. ഇതിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ 2 തിയറംസ് ഉണ്ട്, പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും. ഈ 2 തിയറംസും ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് പലതും ചോദിക്കാറുണ്ട്. ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്ന ഒബ്ജക്റ്റിന്റെ മെയിൻ സെൻട്രൽ ആക്സിസ്, സിമെട്രിക്കൽ ആക്സിസ് ആയിട്ടുള്ള ആക്സിസ് ഓഫ് സിമെട്രിക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്ന് അറിയണം. റിങ്ങിന്റെ ആണെങ്കിൽ അതിന്റെ സെൻട്രലോടുള്ള ആക്സിസ്, ഇത് നിങ്ങൾ പഠിക്കണം എന്നില്ല, ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. റിങ്ങിന്റെ ഈ കേസ് പഠിക്കണം. റോഡ്, ഇത് തിൻ റോഡിനാണ് സെൻട്രലോടുള്ള ആക്സിസ്, അതിന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഡിസ്കിന്റെ സെൻട്രലോടുള്ള ആക്സിസ്, ഈ ഡയമെട്രിക്കൽ ആക്സിസ് ഒക്കെ പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം തിയറംസ് ഉപയോഗിച്ച്. ഇതും 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 പഠിക്കണം. പിന്നെ അതേപോലെ സിലിണ്ടറിൻ്റെത്, ഹോളോ സിലിണ്ടറിൻ്റെത്, സോളിഡ് സിലിണ്ടറിൻ്റെത്. ഹോളോ സിലിണ്ടറിന്റെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു റിങ്, കുറേ റിങ് അട്ടി വെച്ചതാണ്. അപ്പൊ റിങ്ങിന്റെ അതേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നെയാണ് അതിന് വരിക. സോളിഡ് സിലിണ്ടർ പറഞ്ഞാൽ കുറേ ഡിസ്ക് അട്ടി വെച്ചതാണ്, അല്ലെ, കുറേ ഡിസ്ക് അട്ടി വെച്ചതാണ്. അപ്പൊ ആ ഡിസ്കിന്റെ അതേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നെയാണ് അതിനും വരിക. നോക്കിയാൽ മതി കേട്ടോ, MR²/2 MR²/2. കുറേ ഡിസ്കിന്റെ ഇങ്ങനെ അട്ടി വെച്ചാൽ സിലിണ്ടർ ആയി. അപ്പൊ ഡിസ്കിന്റെ അതേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നെയാണ്. പക്ഷെ ഡിസ്കിന്റെ ഒരു ഡിസ്കിന്റെ മാസ് അല്ല, മൊത്തം മാസ് എടുക്കണം. അതേപോലെ തന്നെയാണ് ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടർ ആണ് ഉള്ളിൽ പൊള്ളയായ സിലിണ്ടർ, പൈപ്പ്. സോളിഡ് സിലിണ്ടർ ആണ് ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത സിലിണ്ടർ. ഇനി സ്ഫിയറിന്റെ നോക്കൂ. സ്ഫിയറിൻ്റെത് 2/5 MR, 2/5 MR² ആണ്, 2 MR²/5. ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ കുറിച്ച്, ഹയർ ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി അബൌട്ട് ആൻ ആക്സിസ്, more torque is required to produce given change in its angular velocity. So moment of inertia is called rotational inertia. ഇത് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. Why moment of inertia is called rotational inertia? Why it is called rotational inertia എന്ന് മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതണം, ഹയർ ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ ഒരു നിശ്ചിത
ആംഗുലാർ വെലോസിറ്റി, ആ ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റിക്ക് ഒരു നിശ്ചിത മാറ്റം ഉണ്ടാക്കണമെങ്കിൽ, ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ടോർക്കിന്റെ അളവ് കൂടുതലാണ്. കൂടുതൽ ടോർക്ക് കൊടുത്താലേ ആ വസ്തുവിനെ നമുക്ക് ആവശ്യമുള്ള ഒരു ആംഗുലാർ വെലോസിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇൻ കമ്പാരിസൺ വിത്ത്, ആക്ച്വലി ഇറ്റ് ഈസ് ഇൻ കമ്പാരിസൺ വിത്ത് എ ബോഡി ഓഫ് ലോവർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. കുറഞ്ഞ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആൾക്ക് അതേ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ 10 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ആണെങ്കിൽ, കൂടിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആളിൽ അതേ ആക്സിസിനെ പോലെ അതേ ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 20-30 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ്. എന്തുകൊണ്ടാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യനെ റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദ ആൻസർ ഈസ് higher the moment of inertia of a rigid body about an axis, more is the torque required to produce a given change in its angular velocity. Okay. ഇത്രയും എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ ചുരുക്കി എഴുതണമെങ്കിൽ higher the moment of inertia, more torque is required to rotate. Higher the moment of inertia, more torque is required to rotate എന്ന് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. Higher the moment of inertia, more torque is required to rotate the body എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി മറ്റൊരു വ്യത്യാസം, മൊമെന്റ് ഓഫ് ഇനർഷ്യയും സാധാരണ മാസ്, ഞാൻ പറഞ്ഞു മൊമെന്റ് ഓഫ് ഇനർഷ്യ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ആണ്. പക്ഷേ there is a crucial difference. An important difference between moment of inertia and mass is that moment of inertia is not a constant. മാസ് എവിടെ നിന്ന് എങ്ങനെ നോക്കിയാലും മാസ് കോൺസ്റ്റന്റ്. എവിടെ നിങ്ങൾ മെഷർ ചെയ്താലും എങ്ങനെ മെഷർ ചെയ്താലും മാസ് ഓഫ് ബോഡി ഈസ് എ കോൺസ്റ്റന്റ്. മാറാത്ത ഒരാളാണ് മാസ്. പക്ഷെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അങ്ങനെയല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ which axis, about which axis you are calculating the moment of inertia. Moment of inertia രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആ ഇക്വേഷൻ കണ്ടറിയാം. ഒന്ന് മാസ് ഓഫ് ദി ബോഡി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി മാസ് അബൌട്ട് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ദിസ് ഈസ് ക്രൂഷ്യൽ. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദാറ്റ് മാസ് അബൌട്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. എങ്ങനെയാണ് ഈ മാസ് പാർട്ടിക്കിൾസ് ആക്സിസിന് അബൌട്ട് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെ, വിതരണം ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതുകൊണ്ട് തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എപ്പോഴും ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യും. It is not constant for all the bodies. For a rigid body, about different axes, it will have different moment of inertia. Okay. Okay. Then radius of gyration അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സിമ്പിൾ ഒരു കൺസെപ്റ്റ് ആണ്. ഇത്രയും മതി. കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്. സോറി ഫോർ ദി ഡിലേ. സോറി ഫോർ ബീയിങ് ലേറ്റ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ കൺസെപ്റ്റുകൾ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ, ആംഗുലാർ മൊമെന്റം, ടോർക്ക്, മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഈ 5 ആളുകൾ റൊട്ടേഷണൽ മോഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, റൊട്ടേഷണൽ മോഷൻ തുടർന്ന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് കൺസെപ്റ്റുകൾ എല്ലാവരും തറവാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.